റെഡ് ഫോക്സ് ഗെയിമിങ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ള ആദ്യ ഗെയിമിലാണ് മൈൻക്രാഫ്റ്റ്. ഞാനെല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് ഞാനാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയനാണ്. അപ്പൊ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ സീക്രട്ട് ബേസ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണല്ലേ? യെസ്. ചെയ്തിട്ടില്ല എന്നുണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കും. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ മിസ്സോനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. ഗായ്സ് ചെക്ക് ആവുകയാണ് ഗായ്സ്. ഇതാണ് ഇനി ഉണ്ടാക്കിയ സീക്രട്ട് സീക്രട്ട് ബേസിൽ കുറ്റം പറയാറ്. നമ്മളെ ചെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടാക്കാം. ഉണ്ടാക്കാലോ. രാത്രിയാ പൊട്ടാ പോയി കിടന്നു മാറി. കാശ് ഞാൻ പകുതി കളിച്ചു. നമുക്ക് അടുത്തതിൽ പാർട്ട് 1 നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ടാക്കാം. പാർട്ട് 1 ആദ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് പിന്നെ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കാശ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് ഞാൻ കളിച്ചു നോക്കിയെന്നുള്ളൂ. ഞാൻ പണ്ടേ ഇത് കളിക്കലുണ്ട്. പല്ലേക്കാണ്ട് പോലാണ് കിടന്നുറങ്ങുന്നത്. അത് ഞാനെല്ലാം തീരുമാനിക്കും. രാവിലെ മഴ പോയിക്കില്ലേ? മഴ ഒരിക്കലും പോവില്ലല്ലോ. വാവ് പോത്തേ ഇടങ്ങാറാട്ടോ മതി. അപ്പൊ ഈ ജംഗിൾ രക്ഷപ്പെട്ടാലോ? ഞാൻ മരം മുറിക്കും. ഞാൻ അത്ര കഷ്ടപ്പെട്ട് ചെങ്ങായി പിക്കേക്സ് പോലും എൻ്റെ അടുത്ത്. ഇറക്കാദ്യം എഡിറ്റ് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടാ വീഡിയോ. ഞാൻ എല്ലാത്തിനും പൊട്ടനാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ട ശരിയല്ല. ഭാഗ്യമാ ബുദ്ധിശാലിയാണ് ഗൈസ്. ഞാൻ ബുദ്ധിശാലിയും പൊട്ടനാണ്. ഗൈസ് ചിലപ്പം സ്ക്രീൻ റെക്കോർഡ് താനേ ഓഫായി പോകുന്നു. സീനില്ല. എനക്ക് വേണ്ടി ഞാൻ കണ്ട മുഴുവൻ അമ്പടിക്ക് ധീര ധീര കണ്ട ഞാൻ ധീരനാണ്. അത് നിനക്ക് അറിയില്ലേ? ഞാൻ പണ്ടേ ധീരനല്ലേ അജു? ധീരൻ ലൈറ്റ് ഓഫ് ആക്കിയ പേടിച്ചു വരുന്ന ധീരൻ. അതെന്റെ ബോക്സാണേ മുത്തേ. അല്ല എന്റെ ബോക്സ് എടുത്തുകൊണ്ട് അള്ളാണേ അമ്പ് വിടും. എനിക്കന്ന് ഓർമ്മയില്ല. നമ്മള് പ്രതിജ്ഞ ചെയ്തതാണ് എന്റെ ബോക്സ് എടുക്കരുത്. എന്നാടാ ഇത്? അതോ ഞാൻ നോക്കില്ല. എന്റെ ലൈഫ് ഇച്ചിനുള്ള അള്ളാനെ 2.5 ലൈഫ് ഡയമണ്ട് സോഡ് കൊടുക്കണ്ട കമന്റ് ഇടും. ഒന്നും എടുത്തിക്കില്ല. ഞാൻ പറഞ്ഞ തൊക്കരുത്. എന്റെ എല്ലാ സാധനം ഇഞ്ചി എടുത്തോളാം. മര്യാദ ഇപ്പൊ കയ്യിലുള്ള ഈ സോഡ അടക്കണ്ടോ? തന്നോളെ മുത്തേ. ബത്തക്ക കൊതി നിഞ്ച ഏതാടാ പറടാ. എന്തോ അടിക്കും കുറെ സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല. സോഡ ഉണ്ടായിരുന്നു. എന്തായാലും സോഡ ഉണ്ടായിരുന്നു. എന്താ ഉറപ്പാ? അത് താഴെ ഉണക്കുണ്ടോ? നോക്കി പറയിപ്പിക്കുന്ന നമുക്ക് മൈൻഡ് ചെയ്യാൻ പോയാലോ? ഈ ജംഗിളിൽ ഞങ്ങൾ വലിയൊരു സംഭവം കാണിച്ചാൽ അത് ഞാൻ ക്രിയേറ്റീവിലേക്ക് ആക്കട്ടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഇത് മൊബൈൽ ഗെയിം പ്ലേ ആണ്. എൻ്റെ റെഡിക്കും എൻ്റെ PC ജാവ ഗെയിം പ്ലേ ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ടിലൂടെയാണ്. ഇത് അത്ഭുതമാണ് ഗൈസ്. പലവരും മൈൻക്രാഫ്റ്റിൽ ഇത് കണ്ടിട്ടില്ല. കാണിച്ചു തരാം. വാ
ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലോ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് എൻ്റെ മൊബൈൽ ഗെയിം പ്ലേ ആണ്. PC ഗെയിം പ്ലേ എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു സെർവർ ഉണ്ട്. എന്താ പറയുക, ഒരു സെർവറാണ്. അതിൻ്റെ ID എല്ലാം ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ജോയിൻ ചെയ്യാം. പക്ഷെ അത് ഞാൻ ചിലപ്പോൾ ഇടും, പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സെർവറാണ്. അതിൻ്റെയോടൊപ്പം അത് ഓൻ്റെ സെർവർ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്കധികം തരുത്തുണ്ടാവില്ല. ആർട്ടർനോസ് എന്ന് പറഞ്ഞൊരു സെർവറാണ്. ആർട്ടർനോസിൻ്റെ സെർവറാണ്. അപ്പോൾ ഓൻ തരുവാന്ന് അധികം അറിഞ്ഞൊന്നും കൂടെ, ചിലപ്പോൾ ആൾക്കാരും സമ്മതിക്കില്ല. ഞാൻ പ്രൈവറ്റ് സെർവറാന്ന് തോന്നും. അതിനകത്ത് ഞാനും ഓനും മാത്രമാണ് കളിക്കുന്നത്. പിന്നെ അതിൻ്റെയോടൊപ്പം വലിയൊരു സെർവർ, അതിൻ്റെ അകത്ത് അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. നമുക്ക് നമുക്ക് സീക്രറ്റ് കാണിച്ചെടുക്കാം. പെട്ടെന്ന് പറക്കുന്നിങ്ങി ക്രിയേറ്റീവ് ആക്കി. എടാ ക്രിയേറ്റീവ് ആക്കലടാ. ക്രിയേറ്റീവ് ആക്കാൻ നമുക്ക് അവിടെ പോയി ഇതൊക്കെ ഞങ്ങൾ സർവൈവ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വാടാ കടഞ്ചൂടെ ഞാൻ പന്നിക്കില്ല. നിയമം നമ്മൾ വെച്ചല്ലേ, ക്രിയേറ്റീവ് ഒരിക്കലും ആവൂല. കഴിഞ്ഞ പ്രാവശ്യം ആക്കിയത് അതാക്കിയതല്ലോ, നമ്മൾ എന്തോ സോംബി അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ വീട് ജംഗിളാണ് ഗീസ്. ഞാൻ ശരിക്കും പേടിച്ചോയി ഗീസ്. കാണിച്ചു രാത്രിയാണ് ഞങ്ങൾ സീക്രറ്റ് കണ്ടുപിടിച്ചത് ഗൈസ്. ഇതാണ് ഇതെന്നാ സംഗതി ഒന്നായിരിക്കും അറിയണമെന്ന് പറഞ്ഞു തരണേ. ഞാൻ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറെ ഡയമണ്ട്സ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഡയമണ്ട്സ് ഉണ്ടാക്കിയത്. ക്രിയേറ്റീവ് ഒന്ന് മാറ്റാ എന്നാ അടുത്തേക്ക് പോവാ. ഇത് ഗീസ് ഒരു ജംഗിൾ സ്ഥലത്തിലാണ് ഇത്. നമുക്ക് ഇതിനുള്ള കൂടി പൊട്ടിച്ചിട്ട് കാര്യമൊക്കെയാലോ എന്നാ സംഗതി അതെന്നാണ് എന്തോ ശബ്ദം എൻ്റെ അനിയന് കേട്ടിട്ടുണ്ട്, എനിക്ക് കേട്ടിട്ടൊന്നുമില്ല. കൂടിയാ പോണ്ടത്. ഓ ലൈറ്റില്ലടാ, ലൈറ്റില്ല. ഏതാണ് സ്ഥലം ഗീസ്? നിങ്ങളായോ ഇതുപോലത്തെ സ്ഥലം കണ്ടില്ല? എൻ്റെ അനിയൻ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. എൻ്റെ അനിയൻ ട്രാപ്പായാലോ, ചിലപ്പോൾ അനിയൻ പറയാൻ നിങ്ങൾക്ക് അധികം കേൾക്കുമെന്ന് തോന്നില്ല. നോക്കാം. ഞാൻ തലയെടുത്ത് മാറ്റാടുന്നേ. ഇവിടെ തുളിക്കാം. ഞാൻ പൊട്ടിച്ചതല്ലേ. എന്തൊക്കെയാ സംഭവം ഉണ്ട് ഗേസ്. നമുക്ക് പോവുകയാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഞാൻ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ആദ്യം തൊട്ട് തുടങ്ങാം. നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണുമല്ലോ. ഞങ്ങളെ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിലപ്പം വിശ്വസിക്കൂല, കാരണം നിങ്ങൾ ഇത്രയും വലിയ വീടെടുത്തു. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട് ഗൈസ്. ഞാൻ സത്യം പറയാമല്ലോ, ഞങ്ങൾ ഇത് സർവേ തന്നെ. ഞാൻ ഒരിക്കലും പന്നിക്ക് നേരത്തെ ക്രിയേറ്റീവ് ആക്കിയതോ, കാരണം അന്നേരം ഞങ്ങൾ ചത്ത് എനിക്കൊന്നും തിന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് വിഷമമായിട്ട് ഞങ്ങൾ വേൾഡ് പോവാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെയല്ല ഞങ്ങൾ ക്രിയേറ്റീവ് ആക്കിയതാണ്. ഇതോ ഗൈസ്, എൻ്റെ അനിയനെ കാണില്ല. വീടും തപ്പി ഇറങ്ങിയതാ. പക്ഷേ മുമ്പോട്ട് പോലെ ഇഞ്ച ലൊക്കേഷൻ എടുത്തു. അല്ല ഇനിയിപ്പോൾ ഇതായിരിക്കും വീഡിയോ ഉറപ്പാ. പിന്നെ എവിടെ തപ്പി പോനാ? ജംഗിളില് വാ. ഈ ജംഗിള് അതാ ജംഗിളിലോട്ട് വാ. ഇനിയിപ്പോൾ ആദ്യം നിൽക്കില്ല ഇത് ആ കോട്ട, ഈ കോട്ടേനുള്ള വാ. ആ കോട്ട എടിയനും ഇനി തപ്പി അടക്കം രാത്രി ആവാനേന്ന് തോന്നുന്നു. ക്രിയേറ്റീവ് അല്ലേ പ്രശ്നം. ഇനി മുമ്പോട്ട് പോലെ ആ ജംഗിളിൽ തന്നെ വാ. ഇനി ഇങ്ങനത്തെ മരമുള്ള സ്ഥലത്തേക്ക് വരില്ല. ഞാൻ ഇവനെൻ്റെ അടുത്തന്നെ ഒത്തിരി മൊബൈൽ, അതുകൊണ്ട് എനിക്ക് ഓൻ്റെ മൊബൈലൊക്കെ കാണാൻ പറ്റും. എടാ ഇനി ഇങ്ങോട്ടാടാ, ആ മരത്തിൻ്റെ അടുത്ത് പോലടാ. ജംഗിളിക്ക് താഴോട്ട് പോ. അല്ലാ ഈ വേൾഡ് പോക്കാനുള്ള കളി ആരല്ലോ സലാത്തും ചൊല്ലി കുത്തിരിക്കുന്നുണ്ട്. പടച്ചമ്പുരാൻ. ഇനി ഇവനെ കണക്ക് എന്തല്ലോ കോർഡിനേറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്കറിയില്ല. എന്താ ഈ സ്ഥലത്ത് അതേതാണ് സ്ഥലം? എൻ്റെ മറന്നുപോയി. നിന്റെ വേൾഡാണിത് ഗായ്സ്. എനിക്കെന്തിൻ്റെ വല്ല കേടായിട്ടുണ്ടേനെ. ഇത് നോക്കി ഇങ്ങോട്ട് വരും, ഇത്രയും കഷ്ടപ്പെട്ട് ലൊക്കേഷൻ ആയിട്ടും കിട്ടുമോ ഇപ്പോൾ? എനിക്ക് അങ്ങനെ കോർഡിനേഷൻ നോക്കട്ടെ ഗായ്സ്. നമുക്ക് ഇവൻ്റെ 20% പേര് കാര്യാക്കണ്ട.
ഒരിക്കലും ഇങ്ങനെ ഞാൻ പെട്ടുപോയി, പക്ഷെ എങ്ങനെയോ എത്തിയതാ. ഇപ്പൊ എങ്ങനെ എത്തുന്നതെന്ന് എനക്കറിഞ്ഞൂടാ. ഇവരെല്ലാം നശിപ്പിച്ചു എന്നാണ് തോന്നുന്നത് ഗായ്സ്. ഇതെങ്ങനെ? എടാ ഇനി എന്നെയും കൂടി കൊണ്ടുപോണ്ട അങ്ങാട്ട്. നമ്മൾ രണ്ടാളും ഒരുമിക്കല്ലേ. ഒലക്കിയ അതല്ല അങ്ങോട്ടല്ല അതല്ല ഞാൻ കാണിച്ചു തരാം. എടാ ഞാൻ ഇങ്ങോട്ട് ജംഗിൾ തന്നെ വന്നിട്ടിതാ. എടുത്തു മറ്റേ സംഭവം എടുത്തു. ഇങ്ങോട്ട് മാപ്പിൽ ഓടാ. ഇഞ്ചൻ തല തേഞ്ഞായി. അങ്ങോട്ട് തന്നെ പോയിക്കോളാം. ചവിട്ടിട്ടല്ലേ ഞങ്ങളെ മാപ്പും പോയി എല്ലാം പോയി എന്ന് വിചാരിച്ച് പേടിക്കണ്ട ഗൈസ്. ഇപ്പൊ സെറ്റാക്കി ഈ വീഡിയോ അല്ലേ ഇനിയിപ്പോ ഇവന്റെ കോർഡിനേറ്റ് ഗൈസ്. എനിക്ക് റെഡിക്കും മൈൻക്രാഫ്റ്റിലെ കോർഡിനേഷൻ ഞാൻ നോക്കുന്നതെന്ന് അറിയേ. അങ്ങോട്ടല്ല പോന്നെ ബെസ്റ്റി. എടാ മറ്റേ ടോർച്ച് വെച്ചൊരു മരം ഉണ്ട്. ആ മരം കണ്ടുപിടിക്കും. 2 സൈഡ് ടോർച്ച് വെച്ച മരം. ജംഗിളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ വൈതെറ്റിപ്പോയൊരു എടാ പറമ്പളേ ചാടിച്ചത്താ പോരെ. ചാടിച്ചാവാനാ? എന്നാ ഇങ്ങനെ റീസ്പോൺ ചെയ്തിട്ടില്ലേ ഈ സ്ഥലത്ത് അങ്ങെത്തുമ്പോഴത്തേക്ക്? അതിന് ഞാൻ റീസ്പോൺ ഒന്നും വെച്ചിട്ടില്ല. വെക്കണ്ട, ഇനി കിടന്നിട്ടില്ല. എന്നാ റീസ്പോൺ ആവും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലേ. പക്ഷെ എന്റെ ഡയമണ്ട് സോൾ എന്റെ കയ്യിലല്ല. ഇനി മിണ്ടരുത്. ആ പ്രശ്നമില്ല. എന്റെ ചെസ്റ്റ് നേരം ഡയമണ്ട് സോഡ് ഞാൻ ഉണ്ടാക്കി പോലെ. അതൊന്നും നമുക്ക് ഇനി ഉണ്ടാക്കാലോ. രാത്രി അവനെ ഞാൻ കരിപ്പ് കൊടുക്കുന്നു. സ്ഥലം പടച്ചവനാണ്. എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ഞാൻ കിടക്കട്ടെ. ബൈ ബൈ. സീ യു. അസ്സലാമു അലൈക്കും. അതാണ് ഇപ്പത്ത ഗൈസ്. ഇത് ഇടക്കിടക്ക് സ്റ്റെക്ക് വരുന്നതുകൊണ്ട് എനിക്കെൻ്റെ പെരാതെ പിടിക്കുന്നു ഗൈസ്. എടാ ഇന്നത്തെ കണ്ടന്റ് ഇവനായിട്ട് പോക്കും ഉറപ്പാണ്. എനക്കറിയാം ഇവൻ പോക്കുമെന്ന്. ഇനിയും കൂട്ടി എപ്പാ ഞാൻ വീഡിയോ എടുക്കും. അല്ലാ കണ്ടന്റ് ക്രിയേറ്റർ ബാബു. എനിക്ക് നോക്കാനായിരുന്നു അതിന് ന്യൂബെന്ന്. ഞാൻ ന്യൂബന്നെ. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അത്ര ഒന്നും അറിഞ്ഞൂടെ. ഞാൻ ഇപ്പം പഠിക്കുകയാണ് ഗൈസ്. പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓനെ നിക്കിട്ടാണ് ടെലിഫോൺ. ഇവൻ പേരണ്ടേ. ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്. ഇനി എന്നെയും തപ്പി വാടാ. ഇനി ആ ഗുഹ എടിയനു. ആ വയ്യന്നെ ഓർമ്മയില്ല. രാത്രി ഇനി ഏതെങ്കിലും ക്രിയേറ്റീവ് ബെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുമെന്ന് നോക്ക്. എൻ്റെ കണ്ടന്റും പോക്കി നല്ലൊരു ദിവസവും പോക്കി. അടക്കടക്കട ബെഡ് ഇട്ടിട്ട് ഒന്ന് രാവിലെ വിലയ്ക്ക് ചാടി ചത്താലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ. റീസ്പോൺ പോയിന്റ് സെറ്റ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. സെറ്റ് തന്നെയാടാ. ഞാൻ നേരത്തെ ഇനി കിടന്നാ പിന്നെ സെറ്റ് തന്നെയല്ലേ. ഇനി മാറ്റി ബെഡൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ. ശരിയാവാടാ. അതല്ല ഇനി വേഗം കിടന്നു റീസ്പോൺ സർവൈവ് ആക്ക്. കുറച്ച് ഹൈറ്റ് പോയി സർവൈവ് ആക്കുക. അല്ലാണ്ട് ഞാൻ എന്തും അറിയാനിപ്പോൾ എനക്കങ്ങനെ അറിയില്ല. സർവൈവലാക്കല്ല. എന്താ സർവൈവലാക്കല്ല ഉമ്മച്ചേ. ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് എണ്ണനക്കല്ലേ തന്നെ പേടിയോ. റീസ്പോൺ പോയിന്റ് അവിടെ എത്തിക്കില്ല. എന്താക്കുമ്പോ എത്തി. ബാബു എത്തി. മോളില് ബാബു ഉണ്ടല്ലോ. ഹൈന് എത്തതാ ബാബു. എല്ലാം പോയി. അങ്ങ് പോണ്ട. അവിടെ ക്രീപ്പറിന്റെ പിന്നെ ഡോറെന്ന് പറഞ്ഞ ചിഞ്ഞി പോന്നിട്ട് ക്രീപ്പർ ഉമ്മച്ചിയാണ് ക്രീപ്പർ. എടാ അങ്ങനെ മാണ്ടേനും ലൊട്ട ക്രാഫ്റ്റിലാണ്. ലൊട്ട അങ്ങനെ ആണ്ട് നമ്മൾ ന്യൂബാന്നറിയും ഗായ്സ്. എല്ലാം അങ്ങനെയാ പറയാ. റെഡിക്ക് നമ്മൾ ന്യൂബായിട്ടല്ല ഗായ്സ്. നമുക്ക് പേടിച്ചിട്ടൊന്നുമല്ല. വെറുതെ ഒരു സുഖത്തിനൊന്നാക്കി. ഞാനിനി എന്നാ ഇതിന്റെ ജസ്റ്റ് അബോർഡായിരുന്നു. എല്ലാം പോരുമില്ല. ഒട്ട ആടെ അമ്പിടുന്ന സാധനമുണ്ട്.
ഗൈസ് അപ്പം നമ്മൾ വല്ലാത്ത വിഷമായി ഓന്റെ ഡയമണ്ട് സോഡ് അവർക്ക് തപ്പി രാവിലെ ഞാൻ റെഡിക്കും അടി ഉണ്ടാക്കിയേനെ അതിന് വേണ്ടിയിട്ട് ആ വീട് ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡിക്കും എന്ന് വെച്ചാൽ അടി ഉണ്ടാക്കി ഉറങ്ങണ കിടന്ന് കേക്കൂല. അറ്റ്ലീസ്റ്റ് ഉറങ്ങുമെങ്കിലും ചെയ്യും. ഇനി വല്ലേക്കുന്നുണ്ടാ ക്രിയേറ്റീവ് ഒന്ന് പോക്കടാ. വർഷത്തിലൊരു ദിവസം അല്ല ക്രിയേറ്റീവ് പോക്കടാ. ആ മുമ്പ് തന്നെ ഉണ്ട് ചത്തിഞ്ഞ കൊള്ളിക്ക് അവനെ കൊള്ളിക്ക് ഒള്ളിക്ക് കൊള്ളിക്ക്. അല്ല അവൻ്റെ അടുത്ത് കൊടു പ്രശ്നമൊന്നുമില്ല. തലക്കാലേ ഇനി പോകാണ്ടിരിക്കാറില്ലേ പടച്ച അമ്പുരാണി മിസ്സിനാർന്ന് മാറും. നിനക്ക് ഷീൽഡ് ഉണ്ടാക്കി തരുവാടാ. മോൻ വലിയ മൈൻക്രാഫ്റ്റ് പ്ലെയർ അല്ല. നേരത്തെ എന്തോ ന്യൂബ് എന്ന് വിളിക്കുന്ന കേട്ടിക്കണല്ലോ. ആ സ്ഥലത്തേക്ക് തന്നെ പോയാൽ കിട്ടുവേനു എല്ലാ അസ്സലാമു അലൈക്കും. ഓളെ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ മരം നാം പൊട്ടിച്ചു. അള്ളാനെ ആ മരം എടുത്തുള്ളൂ. അല്ലേ ഇലയിലായിട്ട് തന്നെ ഉണ്ട് ജമാലു. ഇതെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര നേരം കുത്തിരിഞ്ഞുണ്ടാക്കിയതല്ലോ. നീ പറയാൻ പറ്റുമോ? അതിപ്പം മൈൻക്രാഫ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര. കാരണം ഞാള് മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇട്ടിട്ട് കാര്യമില്ല കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പോകുന്നതും അങ്ങനത്തെ ഇതെല്ലാം ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതിന് മരം നല്ലോണം വേണം. ആദ്യം എനിക്ക് കത്തിയൊക്കെ ഉണ്ടാക്കണത് ഇവിടുന്ന്. എനിക്ക് കത്തിയും മരവും അതെല്ലാം വേണോ? എനിക്ക് മരേണ്ട ഓൻ്റെ ഡയമണ്ട്സോട് പോയി അതിൻ്റെ വിഷമത്തിലാണ്. ഒരു മനുഷ്യന് കൺഷ്യം കുടി ഇപ്പം തലയും കുത്തി പോയേനു. ഇങ്ങോട്ടോ എന്തിനാ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്ത് പറഞ്ഞു കൊടുത്തു? നമ്മളെ മരത്തിന് കൺഷൻ കൊടുത്ത് അത് നമ്മളെ പണി ഇപ്പം സ്റ്റാർട്ട്. ഞാളെ റെഡിക്കൂല എന്നാ പ്ലാൻ എന്ന് അറിയാമോ? ഇതാ ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് മരം വുഡും ഉണ്ട്. അങ്ങനെ എല്ലാ മരവും വെട്ടിയിട്ട് ആടെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കും. ആടെ നിന്ന് പിന്നെയും കണക്ഷൻ കൊടുത്ത് സംഭവം തന്നെ അതന്നെ. ഞങ്ങൾക്ക് ഫോറസ്റ്റ് നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവണം. ഇവിടുന്ന് മൊത്തം എസ്കേപ്പ് ചെയ്ത് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ചുറ്റും കണക്ഷൻ കൊടുത്ത് കുറച്ച് അങ്ങോട്ട് എത്തിക്കണം. പറയുന്ന കേട്ടാ വിചാരിക്കും ഇപ്പൊ എസ്കേപ്പ് ആവും. എസ്കേപ്പ് ഞങ്ങൾ കുറേ ദിവസം എടുക്കും കേട്ടാ. കുറേ ദിവസം എടുക്കും. നമ്മൾ പിന്നെ ഇതെല്ലാം ചെയ്ത തന്നെ ഞങ്ങൾ കണക്ഷൻ കൊടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ഇതാ ജംഗിളിൽ നിന്ന് രക്ഷപ്പെടുത്ത് സാധാ ഫോറസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഇങ്ങനത്തെ മരനെ കാണുന്ന ആടെ കണക്ക്. കാരണം ഞങ്ങൾക്ക് അവിടെ എല്ലാം വീട് പിന്നെയും പുതിയ ബിൽഡിങ് കഴിയല. ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് അങ്ങ് പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആടെ തന്നെ മരമെല്ലാം വെട്ടി ആടെ തന്നെ സുഖമായിട്ട് വലിയ ബിൽഡിങ് ഞങ്ങളെ തന്നെ വലിയൊരു ബിൽഡിങ് നടക്കും നമ്മളിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കുന്തേനു ട്രീ ഹൗസ് നോക്കണം. അതിൻ്റെ മൊത്തം പണി ആയിരിക്കും. സത്യം പറയട്ടെ ഞാനൊന്നും ആക്കൂല. കാരണം ഈ ട്രീ ഹൗസിൻ്റെ മേൽക്കൂര പോലും റെഡി ആയിക്കില്ല. മഴ പെയ്താൽ ബെഡ് മൊത്തം നനയും. ഞാൻ തണുപ്പത്ത് വല്ലാത്ത കഷ്ടപ്പാടാണ്. അതത്ര ദാരിദ്ര്യം പിടിച്ച് പൈസക്കാരൊന്നുമല്ല കടുവ്. നമുക്ക് അത്യാവശ്യം മിന്നിൽ പോലെ പാറിപ്പോയ ഈ മോള് പോയാ ഞാൻ പേടിച്ച് ഓടിയതായിരുന്നു. ഗേസ് നമ്മുടെ റെഡ് ഫോക്സ് ഗെയിമർ വന്ന് പേടിത്തോണ്ടനാണ് എല്ലാ കാര്യം പറയണ്ട. നോ ഐ എം നോട്ട് പേടിത്തോണ്ട്. പിന്നെ എന്നിട്ട് ഡയമണ്ട്സോട് പോയിട്ട് കുത്തിന് കരഞ്ഞോനല്ല ഞാൻ കേട്ടോ. അത് പിന്നെ ഉണ്ടാക്കാതെ പേടിത്തോണ്ടനൊന്നുമല്ല, വെറും പേടിയല്ല. അപ്പം നമ്മളെ ഗെയിം പ്ലേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള PC ഗെയിം പ്ലേ വൈകാതെ വരുന്നതാണ്. ഞങ്ങളെ എന്നെ ആദ്യമായിട്ടാണ് സെർവർ കാറ്റി. ഞാൻ പറഞ്ഞുകൊണ്ടൂടെ എന്നെ സെർവർ കാറ്റാണ് എൻ്റെ ഫ്രണ്ടായി. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറേ അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ആദ്യം വലിയ ആളൊന്നുമല്ല കഴിച്ചു ഞാൻ. എന്നാലും ചാവാൻ എന്താ രസം. ഒന്നും കൂടി പോയി കുളത്ത്
തുള്ളി ശ്വാസം മുട്ട് ചത്താ പോലെ. കത്തിയൊന്നും വേണ്ട ഇപ്പൊ തൽക്കാലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണം. ചെയ്യല്ലടാ. ഞാൻ ചെയ്തോട് സമാധാനാവും. ഇപ്പം എങ്ങനെയാ അല്ലേ? എന്നായിരിക്കും വേണ്ട. നിങ്ങൾ വൈകാതെ എപ്പെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിലിടും. ഞാൻ ചാവണോ ചാവണ്ടിയോ. അപ്പൊ ഗൈസ് ഇവൻ ഡയമണ്ട് സോഡെല്ലാം എടുത്ത് ചാവില്ലേടാ? ഞാൻ കാര്യം പറയടാ. ഞാൻ ഡയമണ്ട് സോഡും ഡയമണ്ട് ആർമർ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിൽ ചടിച്ചാവും. കാര്യം ഞാൻ ആറാം മൈൻക്രാഫ്റ്റിൽ റിയൽ ലൈഫിൽ എനിക്ക് ഡയമണ്ട് സോഡ് കൊണ്ടാച്ചിട്ടല്ല. എന്നിട്ടോ അതും ലാഭയെ പോയി ചാവും. എൻ്റെ ആ ഡയമണ്ട് സോഡും അല്ല കത്തി തെരിഞ്ഞു പോവും. ഞാനാ പറയണം. എൻ്റെ കമൻറ്റ് പറയണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ലൈക്ക് ടാർഗറ്റ് 10 ലൈക്ക് 10 അങ്ങനെ നന്നായിട്ട് ഇപ്പം അടിക്കാൻ പറ്റൂല. പക്ഷെ സബ്സ്ക്രൈബർ 100K ആണ് ഇനി വേണ്ടത്. അങ്ങനെ ആവണം ഗൈസ്. നമ്മളെന്തായാലും ബേത്തിലാക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ 100K അല്ലേ ഇനി സിൽവർ ബട്ടന് വേണ്ടേ ഗൈസ്? നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്കൊരു പകുതി 100 ലൈക്കെങ്കിലും ഒരു ലൈക്കെങ്കിലും കിട്ടി നമ്മൾ പാവങ്ങളെൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചടിച്ച് പൊട്ടിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ. ഈ മണിയില്ല നാടൻ നോട്ടിഫിക്കേഷൻ അതൊക്കെ അടിക്കുക. എന്നാലേ നമ്മളെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ അടിക്കണം. ആടിയാൽ മതി. എന്നാൽ നമുക്ക് നല്ല സുഖമായിരുന്നു. ഇപ്പം ചവൻ ജസ്റ്റ് ഹീറോയി കാണിച്ചതാ. ഞാൻ എല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടും. ഞാൻ ആദ്യം തൊട്ട് കളിക്കുന്ന ഞാൻ വീഡിയോ ഇട്ട് തരാം ഗൈസ്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടാൻ പോവുകയാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പ്ലാറ്റിനം 1 എത്തിക്ക്. ഞാൻ പകുതി കളിച്ചതാണ്. 4ഒന്നുമല്ല 3 എത്തിക്കോളും. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊന്നും 4 എത്തിക്കുമെന്ന് എനിക്കറിയാല. ഞാൻ പാർട്ട് 1 ഫ്രീ ഫയറിന് എന്തായാലും ഇടാം. പിന്നെ അവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് എന്തായാലും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് മരം പെട്ടോ. ഞാനൊരു ടാക്സി ഇല്ലടാ. ഞാൻ പിന്നെ എന്തിനെ കൊണ്ടാ വെട്ടിയേ? ഇനി ഗെയിമിലെ കാര്യം ഓൺലി സംസാരം. ഇവിടെ ഇനി കൈ കൊണ്ട് വെട്ടിയതാ? പിന്നെ എന്തിനെ കൊണ്ടാടാ വെട്ടോ? എന്താ ആക്സിനെ കൊണ്ട് വെട്ടിക്കൂടെ? കൊണ്ട് വെട്ടാ. പക്ഷെ ഇപ്പോ ഇങ്ങനെ വെട്ടിയതാ. കളി പഠിച്ചിട്ട് വരുന്നൊക്കെയാണ് ഗൈസ്. അല്ല എൻ്റെ അടുത്ത് കോബിൾ സ്റ്റോൺ ഒന്നുമില്ല. കോബിൾ സ്റ്റോൺ ഉച്ചാരണം പഠിക്കണം കേട്ടോ. ഉച്ചാരണം പഠിക്കുന്നൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ വന്നാൽ മണിക്കില്ല. മോയെ സ്റ്റെക്കാന്ന് മോയെ ആവും മിക്കവാറും നമ്മൾ. എന്റെ മോയ ഇങ്ങനല്ലോ. ഇതേത് മോയ? ഞാൻ പുതിയ ഉണ്ടാക്കിയ മോയ ഗൈസ്. നമ്മൾ നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വലിയൊരു വീട് ഇങ്ങനെ അല്ല ലിങ്കാക്കി കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീട്ടിലേക്ക് ലിങ്കാക്കും ഗൈസ്. അന്ന് നിങ്ങൾ കാണും ആരാണ് മൈൻക്രാഫ്റ്റിലെ രാജാവിന്. ഇത് എൻ്റെ PC ഗെയിമിങ് നിങ്ങൾ കണ്ടിട്ടില്ല. PC ഞാൻ പുളിയാണ്. അങ്ങനെയല്ലോ പുലിയല്ലേ? ഇതിപ്പോ പുലിയായി പോയി. ഞാൻ താനെ ചെക്കാന്നു ഗൈസ്. ഒരു കുട്ടും കൂടി കിട്ടിയല്ലോ. പുളി എടാ ഇനി ഇവിടുന്ന് എടുത്തേക്ക് ഞാൻ കണക്ഷൻ കൊടുക്കണ്ടേ? കണക്ഷൻ കൊടുത്തു. ഇത് സത്യം പറഞ്ഞ എൻ്റെ അനിയൻ്റെ സെർവറാണ്. വേറെ വഴിയില്ല. ഓ 2 ലൈഫ് ഗൈസ്. സത്യം പറയാം എനിക്ക് ലെക്കാന്ന് തോന്നുന്നല്ലോ. പശു പാവം.
പശുവിന് ഇറച്ചി തിന്നാൻ പറ്റുമോ? പശുവിന് ഇറച്ചിയില്ലേ പിന്നെ? പശുവിന് ഇറച്ചിയുണ്ട്, പക്ഷെ മൈൻക്രാഫ്റ്റ് തിന്നാൻ പറ്റുമെന്ന് അനുമാനിക്കാനോ? എന്താ ടേസ്റ്റ് മാണാടാ? വേണ്ട, പശു ഇറച്ചി ഞാൻ റെഡിയും വെജാണ്. ഞാൻ അത്ര ക്രൂരനല്ല ഗൈസ്. തീരെ ക്രൂരനല്ല. അത് പറയാൻ പഠിക്കടാ. ഞാൻ പറഞ്ഞ ശരിയാണ്. ഗൈസ് ഞാൻ സത്യം പറയാലോ, നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഞാൻ വലത് മാറി ഇടന്ന് മാറി റെഡിക്കും ഞാനിത് ഉറങ്ങാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ, പക്ഷെ ഞാൻ റെഡിക്ക് ട്രീ ഹൗസ് എന്താ ഉണ്ടാക്കുന്നത് തീരുമാനിച്ചെന്നറിയാവോ? കാരണം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് തൊട്ടേ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ കരിയാ സോംബി ഒന്നും ഇനി ഈ കിടന്നുറങ്ങി നാളെ ഞാൻ ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി മൈൻ ചെയ്ത് ഒരു ഡയമണ്ട്സ് ഉണ്ടാക്കുന്നതായി അതാണ് അത് വേണം. അപ്പോൾ ഗേസ് നമുക്ക് സത്യം പറയാലോ, നമുക്ക് ഞാനിപ്പോൾ പാർട്ട് 2 നമുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കാണ്. കാരണം പാർട്ട് 1 ഇപ്പം ചെയ്യാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. പക്ഷെ നമുക്കപ്പോൾ കുറച്ച് ലിങ്ക് ആക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചെയ്തിട്ട് പാർട്ട് 2 നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോവാം. അത് ഞാൻ ഉറപ്പിട്ടായിരുന്നു ഗൈസ്. എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് ഓക്കെ. ഇപ്പം നമുക്ക് ആദ്യം ഇത് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് നമുക്ക് അത് കുറച്ചായി ഇപ്പോൾ എന്താ പറയുക, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു ലിങ്കും കൂടി കഴിഞ്ഞിട്ട് എന്താ പറയുക വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പാർട്ട് 1 നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ അതാരാ പൂച്ച കാര്യം നോക്കും ചെയ്താ അതടിക്കും പാണ്ടല്ലേ ബാമ്പു കുട്ടി ഇവിടെ പറയാൻ പോലെ ഇനി എവിടെയാ കാണിക്കുക? ഇഞ്ചോടി ഇങ്ങോട്ടാട്ടെ ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞു. എടി ഇതാടെ ഞാൻ പറഞ്ഞു ഇമാരം കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇൻ്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പം എൻ്റെ അനിയൻ്റെ ഫോണിലെ ചാർജ് 20 ആയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നൊന്നുമില്ല. ചാർജ് കുത്തിയിരിക്കാൻ അല്ല ഇത് കുറച്ച് മുണ്ടിപ്പോയല്ലോ. ഞാൻ ഇതുണ്ടോ ഇങ്ങോട്ടോ ലിങ്ക് ആക്കി അല്ല. ഇനിയും കുറച്ച് ഫുഡ് വേണം. ഇൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാ? ഇങ്ങോട്ട് വാ. എടാ നമ്മൾ ബെഡ് കുറേ ദൂരെ പോകുമ്പോൾ നമ്മൾ ബെഡും പൊട്ടിച്ചായിരിക്കും പോയി ഞാൻ പോവാട്ടാ. ലിങ്ക് ഇനിയിപ്പം നമുക്ക് ഡ്രാഗൺ എല്ലാം കൊല്ലണ്ടേ? പക്ഷേ ഞാൻ റെഡിക്കും പറയട്ടെ, എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രാഗൺ ഉണ്ടാക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച പകുതിയോളം പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ റെഡിക്കും അയൺ ഫാം ക്രീപ്പർ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഞാൻ കണ്ട് ഇത് പഠിച്ചത് ഈ യൂട്യൂബ് നോക്കിയിട്ടാണ്. അല്ലാണ്ട് എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. ഞാൻ സത്യം പറയാം, എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. അപ്പം ഗൈസ് നമ്മളിനി പാർട്ട് 2 കാരണം എൻ്റെ അനിയന് ചാർജ് തീർന്നു. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങോട്ടാ മേലെ വാ, മുകളിൽ വാ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാനെല്ലാം പാടുന്നു. അത് സത്യം കേട്ടോ. റിച്ച് കിഡ്സ് ഗെയിം തെറാപ്പീസ് പോലെ തന്നെ റിച്ച് കിഡ്സ് ഇന്നൊക്കെ വൈൻഡപ്പ് ചെയ്യാം. നിൽക്ക് വെയിറ്റ് ആക്കെ അതെടുത്തു. എന്തെടുപ്പോയി? പ്രൊഫൈൽ ഇതിനകത്ത് പ്രൊഫൈൽ എന്ന് തന്നെ കാണിക്കുമല്ലോ.
വാ 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 വാ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇനി എന്തെല്ലോ കുത്തിന് കാണിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് ഉടനെ എടുക്കുന്നതായിരിക്കും. പാർട്ട് 2-നായിട്ട് നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, വിസ് മീ റെഡ് ഫോക്സ് ഗെയിമിംഗ്. ഓക്കെ ബൈ റെഡ് ഫോക്സ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ള ആദ്യ ഗെയിം പ്ലേ ആണ് മൈൻക്രാഫ്റ്റ്. ഞാനെല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് ഞാനാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയനാണ്. അപ്പൊ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ സീക്രട്ട് ബേസ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണല്ലേ? യെസ്. ചെയ്തിട്ടില്ല എന്നുണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കൂ. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ മിസ്സോനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. റെഡ് ഫോക്സ് ഗെയിമർ ഗൈസ് ടെക്ക് ആവുകയാണ് ഗൈസ്. ഇതാണ് ഇങ്ങുണ്ടാക്കി സീക്രട്ട് സീക്രട്ട് ബേസിൽ കുറ്റം പറയാറ്. നമ്മളെ ചെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടാക്കാം. ഉണ്ടാക്കാലോ. രാത്രിയാ പൊട്ടാ പോയി കിടന്നു മാറി കാശ്. ഞാൻ പകുതി കളിച്ചിട്ട് നമുക്ക് അടുത്തതിൽ പാർട്ട് 1 നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ടാക്കാം. പാർട്ട് 1 ആദ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് പിന്നെ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് ഞാൻ കളിച്ചു നോക്കിയെന്നുള്ളൂ. ഞാൻ പണ്ടേ ഇത് കളിക്കലുണ്ട്. പല്ലേക്കാണ്ട് പോലാണ് കിടന്നുറങ്ങുന്നത്. അത് ഞാൻ അതെല്ലാം തീരുമാനിക്കും. രാവിലെ മഴ പോയിക്കില്ലേ? മഴ ഒരിക്കലും പോവില്ലല്ലോ. വാവ് പോത്തേ ഇടങ്ങാറാട്ടോ മതി. അപ്പൊ ഈ ജംഗിൾ രക്ഷപ്പെട്ടാലോ? ഞാൻ മരം മുറിക്കും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വേണം ചെങ്ങായി. പിക്കേക്സ് പോലും ഇല്ല എൻ്റെ അടുത്ത്. എനക്കധികം എഡിറ്റ് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടാ വീഡിയോ. ഞാൻ വല്ലേ തന്നെ പൊട്ടനാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ട ശരിയല്ല. ഭാഗ്യമാ ബുദ്ധിശാലിയാണ് ഗൈസ്. ഞാൻ ബുദ്ധിശാലിയോ പൊട്ടനാണ് ഗൈസ്. ചിലപ്പം സ്ക്രീൻ റെക്കോർഡ് താനേ ഓഫായി പോകുന്ന സീനില്ല. എനക്ക് വേണ്ടി ഞാൻ കണ്ട അമ്പടിക്കേ ധീര ധീര കണ്ട ഞാൻ ധീരനാണ്. അത് നിനക്ക് അറിയില്ലേ? ഞാൻ പണ്ടേ ധീരനല്ലേ അജു? ധീരൻ ലൈറ്റ് ഓഫ് ആക്കിയ പേടിച്ചു വരുന്ന ധീരൻ. അതെന്റെ ബോക്സ് ആണേ മുത്തേ. അല്ല എന്റെ ബോക്സ് എടുത്തുകൊണ്ട് അള്ളാണേ അമ്പ് വിടും. എനിക്കന്ന് ഓർമ്മയില്ല. നമ്മള് പ്രതിജ്ഞ ചെയ്തതാണ് എന്റെ ബോക്സ് എടുക്കരുത്. എന്നാടാ ഇത്? അതോ ഞാൻ നോക്കിയില്ല. എന്റെ ലൈഫ് ഇച്ചിനുള്ള അള്ളാനെ 2.5 ലൈഫ് ഡയമണ്ട് സോഡ് കൊടുക്കണ്ട കമന്റ് ഇടും. ഒന്നും എടുത്തിക്കില്ല എന്നാ ഞാൻ പറഞ്ഞതാ. തൊക്കരുത്. എന്റെ എല്ലാ സാധനം ഇഞ്ചി എടുത്തോളാം. മര്യാദ ഇപ്പൊ കയ്യിലുള്ള ഈ സോഡ അടക്കണ്ടോ? തന്നോളെ മുത്തേ. ബത്തക്ക കൊതിയെ നിഞ്ച ഏതാടാ പറടാ. എന്തോ അടിക്കും കുറെ സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല. സോഡ ഉണ്ടായിരുന്നു. എന്തായാലും സോഡ ഉണ്ടായിരുന്നു. എന്താ ഉറപ്പാ? അത് താഴെ ഉണക്കുണ്ടോ? നോക്കി വേറെപ്പിക്കുന്ന നമുക്ക് മൈൻഡ് ചെയ്യാൻ പോയാലോ? മൈൻഡ് ചെയ്യാം. ഈ ജംഗിളിൽ ഞങ്ങൾ വലിയൊരു സംഭവം കാണിച്ചാൽ അത് ഞാൻ ക്രിയേറ്റീവിലേക്ക് ആക്കട്ടെ.
അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് മൊബൈൽ ഗെയിം പ്ലേ ആണ്. എൻ്റെ റെഡിക്കും എൻ്റെ PC ജാവ ഗെയിം പ്ലേ ഉണ്ട്, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ഇത് അത്ഭുതമാണ് ഗേസ്. പലവരും മൈൻക്രാഫ്റ്റിൽ ഇത് കണ്ടിട്ടില്ല. കാണിച്ചു തരാം, വാ ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലോ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് എൻ്റെ മൊബൈൽ ഗെയിം പ്ലേ ആണ്. PC ഗെയിം പ്ലേ എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു സെർവർ ഉണ്ട്. എന്താ പറയുക, ഒരു സെർവറാണ്. അതിൻ്റെ ID എല്ലാം ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ജോയിൻ ചെയ്യാം. പക്ഷെ അത് ഞാൻ ചിലപ്പോൾ ഇടും, പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സെർവറാണ്. അതിൻ്റെയോടൊപ്പം അത് ഓൻ്റെ സെർവർ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്കത് ഞാൻ തരുത്തുണ്ടാവില്ല. ആർട്ടർനോസ് എന്ന് പറഞ്ഞൊരു സെർവറാണ്. ആർട്ടർനോസിൻ്റെ സെർവറാണ്. അപ്പോൾ തരുവാന്ന് അധികം അറിഞ്ഞൊന്നും കൂടെ, ചിലപ്പോൾ ആൾക്കാരും സമ്മതിക്കില്ല. ഞാൻ പ്രൈവറ്റ് സെർവറാന്ന് തോന്നും. അതിനകത്ത് ഞാനും ഓനും മാത്രമാണ് കളിക്കുന്നത്. പിന്നെ അതിൻ്റെയോടൊപ്പം വലിയൊരു സെർവർ, അതിൻ്റെ അകത്ത് അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. നമുക്ക് നമുക്ക് സീക്രട്ട് കാണിച്ചെടുക്കാം. പെട്ടെന്ന് പറക്കുന്നിങ്ങി ക്രിയേറ്റീവ് ആക്കി. ക്രിയേറ്റീവ് ആക്കലാ, ക്രിയേറ്റീവ് ആക്കാൻ നമുക്ക് അവിടെ പോയി ഇതൊക്കെ ഞങ്ങൾ സർവൈവിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വാടാ കടഞ്ചൂടെ ഞാൻ പന്നിക്കില്ല. നിയമം നമ്മൾ വെച്ചല്ലേ, ക്രിയേറ്റീവ് ഒരിക്കലാവൂല. കഴിഞ്ഞ പ്രാവശ്യം ആക്കിയത് അതാക്കിയതല്ലോ, നമ്മൾ എന്തോ സോംബി അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ വീട് ജംഗിളാണ് ഗീസ്. ഞാൻ ശരിക്കും പേടിച്ചോയി ഗീസ്. കാണിച്ചു രാത്രിയാണ് ഞങ്ങൾ സീക്രട്ട് കണ്ടുപിടിച്ചത് ഗൈസ്. ഇതാണ് ഇതെന്നാ സംഗതി ഒന്നായിരിക്കും അറിയണമെന്ന് പറഞ്ഞു തരണേ. ഞാൻ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറെ ഡയമണ്ട്സ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഡയമണ്ട്സ് ഉണ്ടാക്കിയത്. ക്രിയേറ്റീവ് ഒന്ന് മാറ്റാ എന്നാ അടുത്തേക്ക് പോവാ. ഇത് ഗീസ് ഒരു ജംഗിൾ സ്ഥലത്തിലാണ് ഇത്. നമുക്ക് ഇതിനുള്ള കൂടി പൊട്ടിച്ചിട്ട് കാര്യമൊക്കെയാലോ എന്നാ സംഗതി അതെന്നാണ് ഗൈസ്. എന്തോ ശബ്ദം എൻ്റെ അനിയന് കേട്ടിട്ടുണ്ട്, എനിക്ക് കേട്ടിട്ടൊന്നുമില്ല. കൂടിയാ പോണ്ടത്. ഓ ലൈറ്റില്ലടാ, ലൈറ്റില്ല. ഇതാണ് സ്ഥലം ഗീസ്. നിങ്ങളായോ ഇതുപോലത്തെ സ്ഥലം കണ്ടില്ല? എൻ്റെ അനിയൻ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. ഗൈസ് എൻ്റെ അനിയൻ ട്രാപ്പായാലോ, ചിലപ്പോൾ അനിയൻ പറയാൻ നിങ്ങൾക്ക് അധികം കേൾക്കുമെന്ന് തോന്നില്ല. നോക്കാം. ഞാൻ തലയെടുത്ത് മാറ്റാടുന്നേ. ഇവിടെ തുളിക്കാം. ഞാൻ പൊട്ടിച്ചതല്ലേ. എന്തൊക്കെയാ സംഭവം ഉണ്ട് ഗേസ്. നമുക്ക് പോവുകയാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഞാൻ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ആദ്യം തൊട്ട് തുടങ്ങാം. നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണുമല്ലോ. ഞങ്ങളെ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിലപ്പം വിശ്വസിക്കൂല, കാരണം നിങ്ങൾ ഇത്രയും വലിയ വീടെടുത്തു അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട് ഗൈസ്. ഞാൻ സത്യം പറയാമല്ലോ, ഞങ്ങൾ ഇത് സർവേ തന്നെ. ഞാൻ ഒരിക്കലും പന്നിക്ക് നേരത്തെ ക്രിയേറ്റീവ് ആക്കിയതോ, കാരണം അന്നേരം ഞങ്ങൾ ചത്ത് എനിക്കൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് വിഷമമായിട്ട് ഞങ്ങൾ വേൾഡ് പോവാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെയല്ല ഞങ്ങൾ ക്രിയേറ്റീവ് ആക്കിയതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ അനിയനെ കാണില്ല. വീടും തപ്പി ഇറങ്ങിയതാ. പക്ഷേ മുമ്പോട്ട് പോലെ ഇഞ്ച ലൊക്കേഷൻ എടുത്തു. അല്ല ഇനിയിപ്പോൾ ഇതായിരിക്കും വീഡിയോ ഉറപ്പാ. പിന്നെ എവിടെ തപ്പിപ്പോനാ? ജംഗിളിൽ വാ. ഈ ജംഗിള് അതാ ജംഗിളിലോട്ട് വാ. ഇനിയിപ്പോൾ ആദ്യം നിൽക്കില്ല ഇത് ആ കോട്ട, ഈ കോട്ടേനുള്ളിൽ വാ. ആ കോട്ട എടിയനും ഇനി തപ്പി അടക്കം രാത്രി ആവാനേന്ന് തോന്നുന്നു. ക്രിയേറ്റീവ് അല്ലേ പ്രശ്നം. ഇനി മുമ്പോട്ട് പോലെ ആ ജംഗിളിൽ തന്നെ വാ. ഇനി ഇങ്ങനത്തെ മരമുള്ള സ്ഥലത്തേക്ക് വരില്ല. ഞാൻ ഇവനെൻ്റെ അടുത്തന്നെ ഒത്തിരിയുന്ന മൊബൈൽ, അതുകൊണ്ട് എനിക്ക് ഓൻ്റെ മൊബൈലൊക്കെ കാണാൻ പറ്റും. എടാ ഇന്ന് ഇങ്ങോട്ടാടാ, ആ മരത്തിൻ്റെ അടുത്ത് പോലടാ. ജംഗിളിക്ക് താഴോട്ട് പോ. അല്ലാ ഈ വേൾഡ് പോക്കാനുള്ള കളി ആരല്ലോ സലാത്തും ചൊല്ലി കുത്തിരിക്കുന്നുണ്ട്. പടച്ചാൻ പോരാൻ ഇനി ഇവനെ കണക്ക് എന്തല്ലോ കോർഡിനേറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും എനക്ക് അറിയില്ല. എന്താ ഈ സ്ഥലത്ത് അതേതാണ് സ്ഥലം, എൻ്റെ മറന്നുപോയി. നിന്റെ വേൾഡാണിത് ഗായ്സ്. എനിക്ക് എന്തിൻ്റെ വല്ല കേടായിട്ടുണ്ടേനെ. ഇത് നോക്കി ഇങ്ങോട്ട് വരും ഇത്രയും കഷ്ടപ്പെട്ട്.
ലൊക്കേഷൻ ആയിട്ടും കിട്ടുമോ ഇപ്പോൾ? എനിക്ക് അങ്ങനെ കോർഡിനേഷൻ നോക്കട്ടെ ഗൈസ്. എന്നൊക്കെ ഇവൻ്റെ 20% പേര് കാര്യാക്കണ്ട. ഒരിക്കലും ഇങ്ങനെ ഞാൻ പെട്ടുപോയി, പക്ഷെ എങ്ങനെയോ എത്തിയതാ. ഇപ്പം എങ്ങനെ എത്തുന്നത് എനിക്കറിഞ്ഞൂടാ. ഗായ്സ് ഇവരെല്ലാം നശിപ്പിച്ചു എന്നാണ് തോന്നുന്നത് ഗായ്സ്. ഇതെങ്ങനെ? എടാ ഇനി എന്നെയും കൂടി കൊണ്ടുപോണ്ട അങ്ങാട്ട്. നമ്മൾ രണ്ടാളും ഒരുമിക്കല്ലേ? ഒലക്കിയ അതല്ല അങ്ങോട്ടല്ല. അതല്ല ഞാൻ കാണിച്ചു തരാം. എടേ ഇങ്ങോട്ട് ജംഗിൾ തന്നെ വന്നിട്ടിതാ. എടുത്തു മറ്റേ സംഭവം എടുത്തു. ഇങ്ങോട്ട് മാപ്പിൽ ഓടാ. ഇഞ്ചൻ തല തേഞ്ഞായി. അങ്ങോട്ട് തന്നെ പോയിക്കോളാം. ചവിട്ടിട്ടുണ്ട്. ഞങ്ങളെ മാപ്പും പോയി എല്ലാം പോയി എന്ന് വിചാരിച്ച് പേടിക്കണ്ട ഗൈസ്. ഇപ്പൊ സെറ്റാക്കി ഗൈസ്. ഈ വീഡിയോ അല്ലേ ഇനിയിപ്പോ ഇവന്റെ കോർഡിനേഷൻ ഗൈസ്. എനിക്ക് റെഡിക്കും മൈൻക്രാഫ്റ്റിലെ കോർഡിനേഷൻ ഞാൻ നോക്കുന്നതെന്ന് അറിയേ. അങ്ങോട്ടല്ല പോന്നെ ബെസ്റ്റി. എടാ മറ്റേ ടോർച്ച് വെച്ചൊരു മരം ഉണ്ട്. ആ മരം കണ്ടുപിടിക്കും. 2 സൈഡ് ടോർച്ച് വെച്ച മരം. ജംഗിളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ വൈതെറ്റിപ്പോയൊരു എടാ പറമ്പളേ ഇവിടുന്ന് ചാടിച്ചത്താ പോരെ. ചാടിച്ചാവാനാ? എന്നാ ഇഞ്ചി റീസ്പോൺ ചെയ്തിട്ടില്ലേ ഈ സ്ഥലത്ത് അങ്ങെത്തും വീട്ടില്. അതിന് ഞാൻ റീസ്പോൺ ഒന്നും വെച്ചിട്ടില്ല. വെക്കണ്ട, ഇഞ്ചി കിടന്നിട്ടില്ല. എന്നാ റീസ്പോൺ ആവും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലേ. പക്ഷെ എന്റെ ഡയമണ്ട് സോൾ എന്റെ കയ്യിലല്ല. ഇനി മിണ്ടരുത്. ആ പ്രശ്നമില്ല. എന്റെ ചെസ്റ്റ് നേരം ഡയമണ്ട് സോഡ് ഞാൻ ഉണ്ടാക്കി തരാം പോരാ. അതൊന്നും നമുക്ക് ഇനി ഉണ്ടാക്കാലോ. രാത്രി അവനെ ഞാൻ കരിപ്പ് കൊടുക്കണം. സ്ഥലം പടച്ചവനാണ്. എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ഞാൻ കിടക്കട്ടെ. ബൈ ബൈ. സീ യു. അസ്സലാമു അലൈക്കും. സ്ഥലാടിയാ. അതാണ് ഇപ്പത്ത ഗൈസ്. ഇത് ഇടക്കിടക്ക് സ്റ്റെക്ക് വരുന്നതുകൊണ്ട് എനിക്ക് പെരാതെ പിടിക്കുന്നു ഗൈസ്. എടാ ഇന്നത്തെ കണ്ടന്റ് ഇവനായിട്ട് പോക്കും ഉറപ്പാണ്. എനക്കറിയാം ഇവൻ പോക്കൂന്ന്. ഇനിയും കൂട്ടി എപ്പാ ഞാൻ വീഡിയോ എടുക്കുക. കണ്ടന്റ് ക്രിയേറ്റർ ബാബു. എനിക്ക് നോക്കാനായിരുന്നു അതിന് ന്യൂബെന്ന്. ഞാൻ ന്യൂബന്നെ. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അത്ര ഒന്നും അറിഞ്ഞൂടെ. ഞാൻ ഇപ്പം പഠിക്കുകയാണ് ഗൈസ്. പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓനെ നിക്കിട്ടാണ് ടെലിഫോൺ. ഇവൻ പേരണ്ടേ. ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്. ഇനി എന്നെയും തപ്പി വാടാ. ഇനി ആ ഗുഹ എടിയനു. ആ വയ്യന്നെ ഓർമ്മയില്ല. രാത്രി ഇനി ഏതെങ്കിലും ക്രിയേറ്റീവ് ബെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുമെന്ന് നോക്ക്. എൻ്റെ കണ്ടന്റും പോക്കി നല്ലൊരു ദിവസവും പോക്കി. അടക്കടക്കട ബെഡ് ഇട്ടിട്ട് ഒന്ന് രാവിലെ വിലയ്ക്ക് ചാടി ചത്താലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ. റീസ്പോൺ പോയിന്റ് സെറ്റ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. സെറ്റ് തന്നെയാടാ. ഞാൻ നേരത്തെ ഇനി കിടന്നാ പിന്നെ സെറ്റ് തന്നെയല്ലേ. ഇനി മാറ്റി ബെഡൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ. ശരിയാവാടാ. അതല്ല ഇനി ഞാൻ കിടന്നു റീസ്പോൺ സർവൈവ് ആക്ക്. കുറച്ച് ഹൈറ്റ് പോയി സർവൈവ് ആക്കുക. അല്ലാണ്ട് ഞാൻ എന്തു പറയാനിപ്പോൾ എനിക്കങ്ങനെ അറിയില്ല. സർവൈവലാക്കല്ല. എന്താ സർവൈവലാക്കല്ല ഉമ്മച്ചേ. ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് എനിക്കല്ലേ തന്നെ പേടിയോ. റീസ്പോൺ പോയിന്റ് അവിടെ എത്തിക്കില്ല. എന്താക്കും പോയി എത്തി. ബാബു എത്തി. മോളില് ബാബു ഉണ്ടല്ലോ. ഹൈന് എത്തതാ ബാബു. എല്ലാം പോയി. അങ്ങ് പോണ്ട. അവിടെ ക്രീപ്പറിന്റെ പിന്നെ ഡോറും തുറന്ന് വെച്ച് ഇനി പോന്നിട്ട് ക്രീപ്പർ ഉമ്മച്ചിയാണ് ക്രീപ്പർ. എടാ അങ്ങനെ മാണ്ടേനും ലൊട്ട ക്രാഫ്റ്റിലാണ്. ലൊട്ട അങ്ങനെ വേണ്ട. നമ്മൾ ന്യൂബാന്നറിയും ഗായ്സ്. എല്ലാം അങ്ങനെയാ പറയാ. റെഡിക്ക് നമ്മൾ ന്യൂബായിട്ടല്ല ഗായ്സ്. നമുക്ക് പേടിച്ചിട്ടൊന്നുമല്ല. വെറുതെ ഒരു സുഖത്തിനൊന്നാക്കി. ഞാനിനി എന്നാ ഇതിന്റെ എല്ലാം എല്ലാം
പോരുമില്ല ഒറ്റ ആൾ അമ്പിടുന്ന സാധനമുണ്ട്. അപ്പം നമ്മൾ ഓന്റെ ഡയമണ്ട് സോഡ് ഞാൻ റെഡിക്കും അടി ഉണ്ടാക്കിയേനെ അതിന് വേണ്ടിയിട്ട്. ആ വീട് ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡിക്കും എന്നാ വെച്ചാൽ അടി ഉണ്ടാക്കി ഇറങ്ങുമെങ്കിലും ഇനി വല്ലേക്കുന്നുണ്ടാ ക്രിയേറ്റീവ് ഒന്ന് പോക്കടാ. വർഷത്തിലൊരു ദിവസം അല്ല ക്രിയേറ്റീവ് പോക്കടാ. ആ മുമ്പ് തന്നെ ഉണ്ട് ചത്തിഞ്ഞ കൊള്ളിക്ക് അവനെ കൊള്ളിക്ക് ഒള്ളിക്ക് കൊള്ളിക്ക്. അല്ല അവൻ്റെ അടുത്ത് കൊടു, അവൻ്റെ അടുത്ത് കൊടു, പ്രശ്നമൊന്നുമില്ല. തലക്കാലേ പോകാണ്ടിരിക്കാറില്ലേ പടച്ച അമ്പുരാണി മിസ്സിലാർന്ന് മാറും. നിനക്ക് ഷീൽഡ് ഉണ്ടാക്കി തരുവാടാ. മോൻ വലിയ മൈൻക്രാഫ്റ്റ് പ്ലെയർ അല്ല. നേരത്തെ എന്തോ ന്യൂബ് എന്ന് വിളിക്കുന്ന കേട്ടിക്കണല്ലോ. ആ സ്ഥലത്തേക്ക് തന്നെ പോയാൽ കിട്ടുവേനോ എല്ലാ അസ്സലാമു അലൈക്കും. ഓളെ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ മരം നാം പൊട്ടിക്കൂ. അള്ളാനെ ആ മരം എടുത്തുക്കുള്ളൂ. അല്ലേ ഇലയിലായിട്ട് തന്നെ ഉണ്ട് ജമാലു. ഇതെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്ര നേരം കുത്തിരിഞ്ഞുണ്ടാക്കിയതല്ലോ. നീ പറയാൻ പറ്റുമോ? അതിപ്പം മൈൻക്രാഫ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര. കാരണം ഞാള് മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇട്ടിട്ട് കാര്യമില്ല കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പോകുന്നതും അങ്ങനത്തെ ഇതെല്ലാം ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതിന് മരം നല്ലോണം വേണം. ആദ്യം എനിക്ക് കത്തിയൊക്കെ ഉണ്ടാക്കണത് ഇവിടുന്ന്. എനിക്ക് കത്തിയും മരവും അതെല്ലാം വേണോ? എനിക്ക് മരേണ്ട ഓൻ്റെ ഡയമണ്ട്സോട് പോയി അതിൻ്റെ വിഷമത്തിലാണ്. ഒരു മനുഷ്യന് കൺഷ്യം കുത്തി ഇപ്പം തലയും കുത്തി പോയേനു. ഇങ്ങോട്ടോ എന്തിനാ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്ത് പറഞ്ഞു കൊടുക്കും? എടുത്തു നമ്മൾ മരത്തിന് കൺഷൻ കൊടുത്ത് അത് നമ്മളെ പണി ഇപ്പം സ്റ്റാർട്ട്. ഞാളെ റെഡിക്കൂല. എന്നാ പ്ലാൻ എന്നറിയാവോ? ഇതാ ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് മരം വുഡും ഉണ്ട്. അങ്ങനെ എല്ലാ മരവും വെട്ടിയിട്ട് ആടെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കും. ആടെ നിന്ന് പിന്നെയും കണക്ഷൻ കൊടുത്ത് അതന്നെ ഞങ്ങൾക്ക് ഫോറസ്റ്റ് എങ്ങനെ എസ്കേപ്പ് ആവണം. ഇവിടുന്ന് മൊത്തം എസ്കേപ്പ് ചെയ്ത് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ചുറ്റും കണക്ഷൻ കൊടുത്ത് കുറച്ച് അങ്ങോട്ട് എത്തിക്കണം. പറയുന്ന കേട്ടാ വിചാരിക്കും ഇപ്പൊ എസ്കേപ്പ് ആവും. എസ്കേപ്പ് ഞാൾ കുറേ ദിവസം എടുക്കും കേട്ടാ. കുറേ ദിവസം എടുക്കും. നമ്മൾ പിന്നെ ഇതെല്ലാം ചെയ്താൽ തന്നെ ഞാൾ കണക്ഷൻ കൊടുത്ത് ലാസ്റ്റ് ഞാൾ ഇതാ ജംഗിളിൽ നിന്ന് രക്ഷപ്പെടുത്ത് സാധാ ഫോറസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഇങ്ങനത്തെ മരം കാണുന്ന ആടെ കണക്ക്. കാരണം ഞങ്ങൾക്ക് അവിടെ എല്ലാം വീട് പിന്നെയും പുതിയ ബിൽഡിങ് കഴിയല. ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് അങ്ങ് പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആടെ തന്നെ മരമെല്ലാം വെട്ടി ആടെ തന്നെ സുഖമായിട്ട് വലിയ ബിൽഡിങ് ഞാളെ തന്നെ വലിയൊരു ബിൽഡിങ് നടക്കും എന്താ നമ്മളിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയാൽ ഞാൻ എന്തെങ്കിലും കുന്തേനു ട്രീ ഹൗസ് നോക്കണം. അതിൻ്റെ മൊത്തം പണിയായിരിക്കും. സത്യം പറയട്ടെ ഞാനൊന്നും ആക്കൂല. കാരണം ഈ ട്രീ ഹൗസിൻ്റെ മേൽക്കൂര പോലും റെഡി ആയിക്കില്ല. മഴ പെയ്താൽ ബെഡ് മൊത്തം നനയും. ഞാൻ തണുപ്പത്ത് വല്ലാത്ത കഷ്ടപ്പാടാണ്. അതത്ര ദാരിദ്ര്യം പിടിച്ച് പൈസക്കാരത്തല്ല കടുത്. നമുക്ക് മിന്നിൽ പോലെ പാറിപ്പോയ ഈ മോള് പോയാ ഞാൻ പേടിച്ച് ഓടിയതായിരുന്നു. നമ്മുടെ റെഡ് ഫോക്സ് ഗെയിമർ വന്ന് പേടിത്തോണ്ടനാണ് എല്ലാ കാര്യം പറയണ്ട. നോ ഐ എം നോട്ട് പേടിത്തോണ്ട്. പിന്നെ എന്നിട്ട് ഡയമണ്ട്സോട് പോയിട്ട് കുത്തിന് കരഞ്ഞോനല്ല ഞാൻ കേട്ടോ. അത് പിന്നെ ഉണ്ടാക്കാതെ പേടിത്തോണ്ടനൊന്നുമല്ല, വെറും പേടിയല്ല. അപ്പം നമ്മളെ ഗെയിം പ്ലേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള PC ഗെയിം പ്ലേ വൈകാതെ വരുന്നതാണ്. ഞങ്ങളെ എന്നെ ആദ്യമായിട്ടാണ് സെർവർ കാറ്റി. ഞാൻ പറഞ്ഞുകൊണ്ടൂടെ എന്നെ സെർവർ കാറ്റാണ് എൻ്റെ ഫ്രണ്ടായി. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറേ അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ആദ്യം വലിയ ആളൊന്നുമല്ല കഴിച്ചു ഞാൻ. എന്നാലും
ചാവാൻ എന്താ രസം ചേട്ടാ? ഒന്നും കൂടി പോയി കുളത്ത് തുള്ളി ശ്വാസം മുട്ട് ചത്താ പോലെ. കത്തിയൊന്നും വേണ്ട ഇപ്പൊ തലക്കാലം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണം. ചെയ്യല്ലടാ. ചെയ്തോട് സമാധാനാവും. ഇപ്പം എങ്ങനെയാ അല്ലേ? എന്നായിരിക്കും വേണ്ട. നിങ്ങൾ വൈകാതെ എപ്പെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിലിടും ഞാൻ ചാവണോ ചാവണ്ടിയോ. അപ്പോൾ ഗൈസ് ഇവൻ ഡയമണ്ട് സോഡെല്ലാം എടുത്ത് ചാവില്ലേടാ? ഞാൻ കാര്യം പറയടാ. ഞാൻ ഡയമണ്ട് സോഡും ഡയമണ്ട് ആർമർ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിൽ ചാടി ചാവും. കാര്യം ഞാനാ പറഞ്ഞു. മൈൻക്രാഫ്റ്റിൽ റിയൽ ലൈഫിൽ എനിക്ക് ഡയമണ്ട് സോഡ് കൊണ്ടാച്ചിട്ടല്ല. എന്നിട്ടോ അതും ലാഭയെ പോയി ചാവും. എൻ്റെ ആ ഡയമണ്ട് സോഡും അല്ല കത്തി കരിഞ്ഞു പോവും. ഞാനാ പറഞ്ഞു. എൻ്റെ കമൻറ്റ് പറയണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ലൈക്ക് ടാർഗറ്റ് 10 ലൈക്ക് 10 അങ്ങനെ നന്നായിട്ട് ഇപ്പം അടിക്കാൻ പറ്റൂല. പക്ഷെ സബ്സ്ക്രൈബർ 100K ആണ് ഇനി വേണ്ടത്. അങ്ങനെ ആവണം ഗൈസ്. നമ്മളെന്തായാലും ബേത്തിലാക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ 100K അല്ലേ ഇനി സിൽവർ ബട്ടന് വേണ്ടേ ഗൈസ്? നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്കൊരു പകുതി 100 ലൈക്കെങ്കിലും ഒരു ലൈക്കെങ്കിലും കിട്ടി നമ്മൾ പാവങ്ങളെൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചടിച്ച് പൊട്ടിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ. മണിയില്ല നാടൻ നോട്ടിഫിക്കേഷൻ അതൊക്കെ അടിക്കുക, എന്നാലേ നമ്മളെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ അടിക്കണം. ആടിയാൽ മതി എന്നാൽ നമുക്ക് നല്ല സുഖമായിരുന്നു. ഇപ്പം ജവൻ ജസ്റ്റ് ഹീറോയി കാണിച്ചതാ. ഫ്രീ ഫയറിലെത്തിയ അതാണ് ഗൈസ്. ഞാൻ എല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടും. ഞാൻ ആദ്യം തൊട്ട് കളിക്കുന്ന ഞാൻ വീഡിയോ ഇട്ട് തരാം ഗൈസ്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടാൻ പോവുകയാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പ്ലാറ്റിനം 1 എത്തിക്ക് ഞാൻ പകുതി കളിച്ചതാണ്. ഞാൻ പ്ലാറ്റിനം 4ഒന്നുമല്ല 3 എത്തിക്കോളും. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊന്നും 4 എത്തിക്കോന്ന് എനിക്കറിയാല. ഞാൻ പാർട്ട് 1 ഫ്രീ ഫയറിന് എന്തായാലും ഇടാം. പിന്നെ അവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് എന്തായാലും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് മരം പെട്ടോ. ഞാനൊരു ടാക്സിയില്ലടാ. ഞാൻ പിന്നെ എന്തിനെ കൊണ്ടാ വെട്ടിയേ? ഇനി ഗെയിമിലെ കാര്യം ഓൺലി സംസാരം. ഇവിടെ ഇനി കൈ കൊണ്ട് വെട്ടിയതാ. പിന്നെ എന്തിനെ കൊണ്ടാടാ വെട്ടോ? എന്താ ആക്സിനെ കൊണ്ട് വെട്ടിക്കൂടെ? കൊണ്ട് വെട്ടാ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വെട്ടിയതാ. കളി പഠിച്ചിട്ട് വരുന്നൊക്കെയാണ് ഗൈസ്. അല്ല എൻ്റെ അടുത്ത് കോബിൾ സ്റ്റോൺ ഒന്നുമില്ല. കോബിൾ സ്റ്റോൺ ഉച്ചാരണം പഠിക്കണം കേട്ടോ. ഉച്ചാരണം പഠിക്കുന്നല്ലേ ഒന്നുമില്ല. ഞാൻ വന്നാൽ മണിക്കില്ല. മോയെ സ്റ്റെക്കാന്ന് മോയെ ആവും മിക്കവാറും നമ്മൾ. എന്റെ മോയ ഇങ്ങനല്ലോ. ഇതേത് മോയ? ഞാൻ പുതിയ ഉണ്ടാക്കിയ മോയ ഗൈസ്. നമ്മൾ നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വലിയൊരു വീട് ഇങ്ങനെ അല്ല ലിങ്കാക്കി കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീട്ടിലേക്ക് ലിങ്കാക്കും ഗൈസ്. അന്ന് നിങ്ങൾ കാണും ആരാണ് മൈൻക്രാഫ്റ്റിലെ രാജാവിന്. എൻ്റെ PC ഗെയിമിങ് നിങ്ങൾ കണ്ടിട്ടില്ല. PC ഞാൻ പുളിയാണ്. അങ്ങനെയല്ലോ പുലിയല്ലേ? ഇതിപ്പോ പുലിയായിപ്പോയി. ഞാൻ താനെ സ്റ്റെക്കാന്നു ഗൈസ്. ഒരു ബുദ്ധം കൂടി കിട്ടിയല്ലോ. പുളി എടാ ഇനി ഇവിടുന്ന് എടുത്തേക്ക് ഞാൻ കണക്ഷൻ കൊടുക്കണ്ടേ? കണക്ഷൻ കൊടുത്തു. ഇത് സത്യം പറഞ്ഞ എൻ്റെ അനിയൻ്റെ സെർവറാണ്. വേറെ വഴിയില്ല. ഓ 2 ലൈഫ് ഗൈസ്. സത്യം പറയട്ടെ എനിക്ക് ലക്കാന്ന് തോന്നുന്നല്ലോ.
അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഞാൻ കൊല്ലും. പശു പാവം. പശുവിന് ഇറച്ചി തിന്നാൻ പറ്റുമോ? പശുവിന് ഇറച്ചിയില്ലേ പിന്നെ? പശുവിന് ഇറച്ചിയുണ്ട്, പക്ഷെ മൈൻക്രാഫ്റ്റ് തിന്നാൻ പറ്റുമെന്ന് അനുമാനിക്കാനോ? എന്താ ടേസ്റ്റ് വേണാടാ? വേണ്ട, പശു ഇറച്ചി ഞാൻ റെഡിയും വെജാണ്. ഞാൻ അത്ര ക്രൂരനല്ല ഗൈസ്. തീരെ ക്രൂരനല്ല. അതെ പറയാൻ പഠിക്കടാ. ഞാൻ പറഞ്ഞ ശരി. ഗൈസ് ഞാൻ സത്യം പറയാലോ, നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഞാൻ വലത് മാറി ഇടന്ന് മാറി റെഡിക്കും ഞാനിത് ഉറങ്ങാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാ. പക്ഷെ ഞാൻ റെഡിക്ക് ട്രീ ഹൗസ് എന്താ ഉണ്ടാക്കുന്നത് തീരുമാനിച്ചെന്നറിയാവോ? കാരണം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് തൊട്ടേ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ കരിയ സോംബി വന്ന മരത്തിന്. ഇനി ഈ കിടന്നുറങ്ങി നാളെ ഞാൻ ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി മൈൻ ചെയ്ത് ഒരു ഡയമണ്ട്സ് ഉണ്ടാക്കുന്നതായി. അതാണ് അത് വേണം. അപ്പോൾ ഗേസ് നമുക്ക് സത്യം പറയാലോ, നമുക്ക് ഞാനിപ്പോൾ പാർട്ട് 2 നമുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കാണ്. കാരണം പാർട്ട് 1 ഇപ്പം ചെയ്യാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. പക്ഷെ നമുക്കപ്പോൾ കുറച്ച് ലിങ്ക് ആക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് പാർട്ട് 2 നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോവാം. അത് ഞാൻ ഉറപ്പിട്ടായിരുന്നു കഴിച്ചു. എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് ഓക്കെ. ഇപ്പം നമുക്ക് ആദ്യം ഇത് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് നമുക്ക് അത് കുറച്ചായി ഇപ്പോൾ എന്താ പറയുക, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു ലിങ്കും കൂടിയും കഴിഞ്ഞിട്ട് എന്താ പറയുക വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പാർട്ട് 1 നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ അതാരാ പൂച്ച കാര്യം നോക്കും ചെയ്താ അതടിക്കും പാണ്ടല്ലേ ബാമ്പു കുട്ടി ഇവിടെ പണം പോലെ ഇനി എവിടെയാ കാണിക്കുക? ഇഞ്ചോടി ഇങ്ങോട്ടാട്ടെ ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞു. എടി ഇതാടെ ഞാൻ പറഞ്ഞു, ഇമാരം കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇൻ്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പം എൻ്റെ അനിയൻ്റെ ഫോണിലെ ചാർജ് 20 ആയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നൊന്നുമില്ല. ചാർജ് കുത്തിയിരിക്കാൻ ബോയ്സ്. അല്ല ഇത് കുറച്ച് മുണ്ടിപ്പോയല്ലോ. ഞാൻ ഇതുണ്ടോ ഇങ്ങോട്ടോ ലിങ്ക് ആക്കി. അല്ല ഇനിയും കുറച്ച് ഫുഡ് വേണം. ഇൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാ? ഇങ്ങോട്ട് വാ. എടാ നമ്മൾ ബെഡ് കുറേ ദൂരെ പോകുമ്പോൾ നമ്മൾ ബെഡും പൊട്ടിച്ചായിരിക്കും പോയി ഞാൻ പോവാട്ടാ. ലിങ്ക് ഇനിയിപ്പം നമുക്ക് ഡ്രാഗൺ എല്ലാം കൊല്ലണ്ടേ? പക്ഷേ ഞാൻ റെഡിക്കും പറയട്ടെ, എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രാഗൺ ഉണ്ടാക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച പകുതിയോളം പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ റെഡിക്കും അയൺ ഫാം ക്രീപ്പർ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഞാൻ കണ്ട് ഇത് പഠിച്ചത് ഈ യൂട്യൂബ് നോക്കിയിട്ടാണ്. അല്ലാണ്ട് എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. ഞാൻ സത്യം പറയാം, എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. അപ്പം ഗൈസ് നമ്മളിനി പാർട്ട് 2 കാരണം എൻ്റെ അനിയന് ചാർജ് തീർന്നു. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇങ്ങോട്ടാ മേലെ വാ, മുകളിൽ വാ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനെല്ലാം പാടുന്നു. അത് സത്യാട്ടാ. റിച്ച് കിഡ്സ് ഗെയിം തെറാപ്പീസ് പോലെ തന്നെ റിച്ച് കിഡ്സ് ഇന്നൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. നിൽക്ക് വെയിറ്റ് ആക്കെ അതെടുത്ത് എന്തെടുത്ത് പോയി? പ്രൊഫൈൽ
ഏത് പ്രൊഫൈല് ഇതിനകത്ത് പ്രൊഫൈൽ തന്നെ കാണിക്കുമല്ലോ. ഇതൊന്നും ഇപ്പം നോക്കാം. നിക്ക് വാ 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 വാ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇനി എന്തെല്ലോ കുത്തിന് കാണിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് നമ്മൾ ഉടനെ എടുക്കുന്നതായിരിക്കും. പാർട്ട് 2-നായിട്ട് നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, വിസ് മീ റെഡ് ഫോക്സ് ഗെയിമിംഗ്. ഓക്കെ ബൈ ടു റെഡ് ഫോക്സ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ള ആദ്യ ഗെയിം പ്ലേ ആണ് മൈൻക്രാഫ്റ്റ്. ഞാനെല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് ഞാനാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയനാണ്. അപ്പൊ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ സീക്രട്ട് ബേസ് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണല്ലേ? യെസ്. ചെയ്തിട്ടില്ല എന്നുണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കും. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ മിസ്സോനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. റെഡ് ഫോക്സ് ഗെയിമർ ഗായ്സ് ചെക്ക് ആവുകയാണ് ഗായ്സ്. ഇതാണ് ഇങ്ങുണ്ടാക്കി സീക്രട്ട് സീക്രട്ട് ബേസിൽ കുറ്റം പറയാറ്. നമ്മളെ ചെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടാക്കാം. ഉണ്ടാക്കാലോ. രാത്രിയാ പൊട്ടാ പോയി കിടന്നു മാറി കാശ്. ഞാൻ പകുതി കളിച്ചു. നമുക്ക് അടുത്തതിൽ പാർട്ട് 1 നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ടാക്കാം. പാർട്ട് 1 ആദ്യം നമുക്ക് ആദ്യമായിട്ട് പിന്നെ ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കാശ്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് ഞാൻ കളിച്ചു നോക്കിയെന്നുള്ളൂ. ഞാൻ പണ്ടേ ഇത് കളിക്കലുണ്ട്. പല്ലേക്കാണ്ട് പോലാണ് കിടന്നുറങ്ങുന്നത്. അത് ഞാനെല്ലാം തീരുമാനിക്കും. രാവിലെ മഴ പോയിക്കില്ലേ? മഴ ഒരിക്കലും പോവില്ലല്ലോ. വാവ് പോത്തെ ഇടങ്ങാറാട്ടോ നമ്മൾ. അപ്പൊ ഈ ജംഗിൾ രക്ഷപ്പെട്ടാലോ? ഞാൻ മരം മുറിക്കും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെങ്ങായി. പിക്കേക്സ് പോലും ഇല്ല എൻ്റെ അടുത്ത്. ഇറക്കധികം എഡിറ്റ് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടാ വീഡിയോ. ഞാൻ വല്ലേ തന്നെ പൊട്ടനാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഭാഗ്യമാ ബുദ്ധിശാലിയാണ് ഗൈസ്. ഞാൻ ബുദ്ധിശാലി പൊട്ടനാണ്. ഗൈസ് ചിലപ്പം സ്ക്രീൻ റെക്കോർഡ് താനേ ഓഫായി പോകുന്നു. സീനില്ല എനക്ക് വേണ്ടി ഞാൻ കണ്ട അമ്പടിക്കേ ധീര ധീര കണ്ട ഞാൻ ധീരനാണ്. അത് നിനക്ക് അറിയില്ലേ? ഞാൻ പണ്ടേ ധീരനല്ലേ അജു? ധീരൻ ലൈറ്റ് ഓഫ് ആക്കിയ പേടിച്ചു വരുന്ന ധീരൻ. അതെന്റെ ബോക്സ് ആണേ മുത്തേ. അല്ല എന്റെ ബോക്സ് എടുത്തുകൊണ്ട് അള്ളാനെ അമ്പ് വിടും. എനിക്കന്ന് ഓർമ്മയില്ല. നമ്മള് പ്രതിജ്ഞ ചെയ്തതാണ് എന്റെ ബോക്സ് എടുക്കരുത്. എന്നാടാ ഇത്? അതോ ഞാൻ നോക്കില്ല. എന്റെ ലൈഫ് ഇച്ചിനുള്ള അള്ളാനെ 2.5 ലൈഫ് ഡയമണ്ട് സോഡ് കൊടുക്കണ്ട കമന്റ് ഇടും. ഒന്നും എടുത്തിക്കില്ല എന്നാ ഞാൻ പറഞ്ഞ തൊക്കരുത്. എന്റെ എല്ലാ സാധനം എടുത്തോളാം. മര്യാദ ഇപ്പൊ കയ്യിലുള്ള ഈ സോഡ അടക്കണ്ടോ? തന്നോളെ മുത്തേ. ബത്തൊക്കെ കൊതിയെ നിഞ്ച ഏതാടാ പറടാ. എന്തോരടിക്കും കുറെ സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല. സോഡ ഉണ്ടായിരുന്നു. എന്തായാലും സോഡ ഉണ്ടായിരുന്നു. എന്താ ഉറപ്പാ? അത് താഴെ ഉണക്കുണ്ടോ? നോക്കി വേറെപ്പിക്കുന്ന നമുക്ക് മൈൻഡ് ചെയ്യാൻ പോയാലോ?
മൈൻഡ് ചെയ്യാം പക്ഷെ Guys. ഈ ജംഗിളിൽ ഞങ്ങൾ ഒരു വലിയൊരു സംഭവം കാണിച്ചാൽ അത് ഞാൻ ക്രിയേറ്റീവിലേക്ക് ആക്കട്ടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് മൊബൈൽ ഗെയിം പ്ലേ ആണ്. എൻ്റെ റെഡിക്കും എൻ്റെ PC ജാവ ഗെയിം പ്ലേ ഉണ്ട്, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ഇത് അത്ഭുതമാണ് ഗേസ്. പലവരും മൈൻക്രാഫ്റ്റിൽ ഇത് കണ്ടിട്ടില്ല. കാണിച്ചു തരാം വാ ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലോ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് എൻ്റെ മൊബൈൽ ഗെയിം പ്ലേ ആണ്. PC ഗെയിം പ്ലേ എന്ന് വെച്ചാൽ എനിക്ക് ഒരു സെർവർ ഉണ്ട്. എന്താ പറയുക, ഒരു സെർവറാണ്. അതിൻ്റെ UID എല്ലാം ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ജോയിൻ ചെയ്യാം. പക്ഷെ അത് ഞാൻ ചിലപ്പോൾ ഇടും, പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സെർവറാണ്. അതിൻ്റെയോടൊപ്പം അത് ഓൻ്റെ സെർവർ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്കത് ഞാൻ തരുത്തുണ്ടാവില്ല. ആർട്ടർനോസ് എന്ന് പറഞ്ഞൊരു സെർവറാണ്. ആർട്ടർനോസിൻ്റെ സെർവറാണ്. അപ്പോൾ തരുവാന്ന് അധികം അറിഞ്ഞൊന്നും കൂടെ, ചിലപ്പോൾ ആൾക്കാരും സമ്മതിക്കില്ല. ഞാൻ പ്രൈവറ്റ് സെർവറാന്ന് തോന്നും. അതിനകത്ത് ഞാനും ഓനും മാത്രമാണ് കളിക്കുന്നത്. പിന്നെ അതിൻ്റെയോടൊപ്പം വലിയൊരു സെർവർ, അതിൻ്റെ അകത്ത് അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. നമുക്ക് നമുക്ക് സീക്രട്ട് കാണിച്ചെടുക്കാം. പെട്ടെന്ന് പറക്കുന്നിങ്ങി ക്രിയേറ്റീവ് ആക്കി. ക്രിയേറ്റീവ് ആക്കലാ, ക്രിയേറ്റീവ് ആക്കാൻ നമുക്ക് അവിടെ പോയി ഇതൊക്കെ ഞങ്ങൾ സർവൈവിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വാടാ അടഞ്ഞൂടെ ഞാൻ പന്നിക്കില്ല. നിയമം നമ്മൾ വെച്ചല്ലേ, ക്രിയേറ്റീവ് ഒരിക്കലാവൂല. കഴിഞ്ഞ പ്രാവശ്യം ആക്കിയത് അതാക്കിയതല്ലോ, നമ്മൾ എന്തോ സോംബി അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ വീട് ജംഗിളാണ് ഗേസ്. ഞാൻ ശരിക്കും പേടിച്ചോയി ഗേസ്. കാണിച്ചു രാത്രിയാണ് ഞങ്ങൾ സീക്രട്ട് കണ്ടുപിടിച്ചത് ഗൈസ്. ഇതാണ് ഇതെന്നാ സംഗതി ആയിരിക്കും അറിയണമെന്ന് പറഞ്ഞു തരണേ. ഞാൻ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറെ ഡയമണ്ട്സ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഡയമണ്ട്സ് ഉണ്ടാക്കിയത്. ക്രിയേറ്റീവ് ഒന്ന് മാറ്റാ എന്നാ അടുത്തേക്ക് പോവാ. ഇത് ഗേസ് ഒരു ജംഗിൾ സ്ഥലത്തിലാണ് ഇത്. നമുക്ക് ഇതിനുള്ള കൂടി പൊട്ടിച്ചിട്ട് കാര്യമൊക്കെയാലോ എന്നാ സംഗതി അതെന്നാണ് ഗൈസ്. എന്തോ ശബ്ദം എൻ്റെ അനിയന് കേട്ടിട്ടുണ്ട്, എനിക്ക് കേട്ടിട്ടൊന്നുമില്ല. കൂടിയാ പോണ്ടത്. ഓ ലൈറ്റില്ലടാ, ലൈറ്റില്ല. ഇതാണ് സ്ഥലം ഗൈസ്. നിങ്ങളായോ ഇതുപോലത്തെ സ്ഥലം കണ്ടില്ല? എൻ്റെ അനിയൻ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. ഗൈസ് എൻ്റെ അനിയൻ ട്രാപ്പായാലോ, ചിലപ്പോൾ അനിയൻ പറയാൻ നിങ്ങൾക്ക് അധികം കേൾക്കുമെന്ന് തോന്നില്ല. നോക്കാം. ഞാൻ തലയെടുത്ത് മാറ്റാടുന്നേ. ഇവിടെ തുളിക്കാം. ഞാൻ പൊട്ടിച്ചതല്ലേ. എന്തൊക്കെയാ സംഭവം ഉണ്ട് ഗേസ്. പോവുകയാണ് ഇപ്പൊ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഞാൻ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ആദ്യം തൊട്ട് തുടങ്ങാം. നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണുമല്ലോ. ഞങ്ങളെ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചിലപ്പം വിശ്വസിക്കൂല, കാരണം നിങ്ങൾ ഇത്രയും വലിയ വീടെടുത്തു. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട് ഗൈസ്. ഞാൻ സത്യം പറയാമല്ലോ, ഞങ്ങളിത് സർവേ തന്നെ. ഞാൻ ഒരിക്കലും പന്നിക്ക് നേരത്തെ ക്രിയേറ്റീവ് ആക്കിയതോ, കാരണം അന്നേരം ഞങ്ങൾ ചത്ത് എനിക്കൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് വിഷമമായിട്ട് ഞങ്ങൾ വേൾഡ് പോവാന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെയല്ല ഞങ്ങൾ ക്രിയേറ്റീവ് ആക്കിയതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ അനിയനെ കാണില്ല. വീടും തപ്പി ഇറങ്ങിയതാ. പക്ഷേ മുമ്പോട്ട് പോലെ ഇഞ്ച ലൊക്കേഷൻ എടുത്തു. അല്ല ഇനിയിപ്പോൾ ഇതായിരിക്കും വീഡിയോ ഉറപ്പാ. പിന്നെ എവിടെ തപ്പിപ്പോനാ? ജംഗിളിൽ വാ. ഈ ജംഗിള് അതാ ജംഗിളിലോട്ട് വാ. ഇനിയിപ്പോൾ ആദ്യം നിൽക്കില്ല ഇത് ആ കോട്ട, ഈ കോട്ടേനുള്ളിൽ വാ. ആ കോട്ട എടിയനും ഇനി തപ്പി അടക്കം രാത്രി ആവാനേന്ന് തോന്നുന്നു. ക്രിയേറ്റീവ് അല്ലേ പ്രശ്നം. ഇനി മുമ്പോട്ട് പോലെ ആ ജംഗിളിൽ തന്നെ വാ. ഇനി ഇങ്ങനത്തെ മരമുള്ള സ്ഥലത്തേക്ക് വരില്ല. ഞാൻ എൻ്റെ അടുത്തന്നെ ഒത്തിരി മൊബൈൽ, അതുകൊണ്ട് എനിക്ക് ഓൻ്റെ മൊബൈലൊക്കെ കാണാൻ പറ്റും. എടാ ഇനി ഇങ്ങോട്ടാടാ, ആ മരത്തിൻ്റെ അടുത്ത് പോലടാ. ജംഗിളിക്ക് താഴോട്ട് പോ. അല്ലാ ഈ വേൾഡ് പോക്കാനുള്ള കളി ആരല്ലോ സലാത്തും ചൊല്ലി കുത്തിരിക്കുന്നുണ്ട്. പടച്ചാൻ പോരാൻ. ഇനി ഇവനെ കണക്ക് ഗായ്സ് എന്തല്ലോ കോർഡിനേറ്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും എനക്കറിയില്ല. എന്താ ഈ സ്ഥലത്ത്
അതേതാണ് സ്ഥലം എൻ്റെ മറന്നുപോയി. നിന്റെ വേൾഡാണിത് ഗായ്സ്. എനിക്ക് എന്തിൻ്റെ വല്ല കേടായിട്ടുണ്ടേനെ. ഇത് നോക്കി ഇങ്ങോട്ട് വരും ഇത്രയും കഷ്ടപ്പെട്ട്. ലൊക്കേഷൻ ആയിട്ടും കിട്ടുമോ ഇപ്പോൾ? എനിക്ക് അങ്ങനെ കോർഡിനേഷൻ നോക്കട്ടെ ഗായ്സ്. നിൽക്കുക ഇവൻ്റെ 20% ഫേറ്റ് കാര്യാക്കണ്ട. ഒരിക്കലും ഇങ്ങനെ ഞാൻ പെട്ടുപോയി. പക്ഷെ എങ്ങനെയോ എത്തിയതാ. ഇപ്പം എങ്ങനെ എത്തുന്നത് എനിക്കറിഞ്ഞൂടാ. ഗായ്സ് ഇവരെല്ലാം നശിപ്പിച്ചു എന്നാണ് തോന്നുന്നത് ഗായ്സ്. എടാ ഇനി എന്നെയും കൂടി കൊണ്ടുപോണ്ട അങ്ങാട്ട്. നമ്മൾ രണ്ടാളും ഒരുമിക്കല്ലേ. ഒലക്കിയ അതല്ല അങ്ങോട്ടല്ല അതല്ല ഞാൻ കാണിച്ചു തരാം. എടേ ഇങ്ങോട്ട് ജംഗിൾ തന്നെ വന്നിട്ടിതാ. എടുത്തു മറ്റേ സംഭവം എടുത്തു. ഇങ്ങോട്ട് മാപ്പിലോടാ. ഇഞ്ചൻ തല തേഞ്ഞായി. അങ്ങോട്ട് തന്നെ പോയിക്കോളാം. ചവിട്ടിട്ടുണ്ട്. അതാ ഗായ്സ് ഞങ്ങളെ മാപ്പും പോയി എല്ലാം പോയി എന്ന് വിചാരിച്ച് പേടിക്കണ്ട ഗൈസ്. ഇപ്പൊ സെറ്റാക്കി ഗായ്സ്. ഈ വീഡിയോ അല്ലേ ഇനിയിപ്പോ ഇവന്റെ കോർഡിനേഷൻ ഗായ്സ്. എനിക്ക് റെഡിക്കും മൈൻക്രാഫ്റ്റിലെ കോർഡിനേഷൻ ഞാൻ നോക്കുന്നതെന്ന് അറിയേ. അങ്ങോട്ടല്ല പോന്നെ ബെസ്റ്റി. എടാ മറ്റേ ടോർച്ച് വെച്ചൊരു മരം ഉണ്ട്. ആ മരം കണ്ടുപിടിക്കും. 2 സൈഡ് ടോർച്ച് വെച്ച മരം. ജംഗിളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ വൈതെറ്റിപ്പോയൊരു എടാ പറമ്പളേ ചാടിച്ചത്താ പോരെ. ചാടിച്ചാവാനാ? എന്നാ ഇഞ്ചി റീസ്പോൺ ചെയ്തിട്ടില്ലേ ഈ സ്ഥലത്ത് അങ്ങെത്തും വീട്ടില്. അതിന് ഞാൻ റീസ്പോൺ ഒന്നും വെച്ചിട്ടില്ല. വെക്കണ്ട ഇഞ്ചി കിടന്നിട്ടില്ല. എന്നാ റീസ്പോൺ ആവും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലേ. പക്ഷെ എന്റെ ഡയമണ്ട്സ് എന്റെ കയ്യിലല്ല. ഇനി മിണ്ടരുത്. ആ പ്രശ്നമില്ല. എന്റെ ചെസ്റ്റ് നേരം ഡയമണ്ട്സ് ഓടി ഞാൻ ഉണ്ടാക്കി തരാം പോരാ. അതും നമുക്ക് ഇനി ഉണ്ടാക്കാലോ. രാത്രി അവനെ ഞാൻ കരിക്ക് കൊടുക്കുന്നു. സ്ഥലം പടച്ചവനാണ്. എനിക്ക് സ്ഥലം ഓർമ്മയില്ല. ഞാൻ കിടക്കട്ടെ. ബൈ ബൈ. സീ യു. അസ്സലാമു അലൈക്കും. ഗൈസ് ഇത് ഇടക്കിടക്ക് സ്റ്റെക്ക് വരുന്നതുകൊണ്ട് എനിക്കെൻ്റെ പെരാതെ പിടിക്കുന്നു ഗൈസ്. എടാ ഇന്നത്തെ കണ്ടന്റ് ഇവനായിട്ട് പോക്കും ഉറപ്പ്. എനക്കറിയാം ഇവൻ പോക്കൂന്ന്. ഇനിയും കൂട്ടി എപ്പാ ഞാൻ വീഡിയോ എടുക്കുക. കണ്ടന്റ് ക്രിയേറ്റർ ബാബു. അതിന് ന്യൂബെന്ന് ഞാൻ ന്യൂബൻ. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അത്ര ഒന്നും അറിഞ്ഞൂടെ. ഞാൻ ഇപ്പം പഠിക്കുകയാണ് ഗൈസ്. പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ പേരണ്ടേ ഞാൻ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്. ഇനിയും തപ്പി വാടാ. ഇനി ആ ഗുഹ റെഡിയേനു. ആ വയ്യന്നെ ഓർമ്മയില്ല. രാത്രി ഇനി ഏതെങ്കിലും ക്രിയേറ്റീവ് ബെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കുമെന്ന് നോക്ക്. എൻ്റെ കണ്ടന്റും പോക്കി നല്ലൊരു ദിവസവും പോക്കി. അടക്കടക്കട ബെഡ് ഇട്ടിട്ട് ഒന്ന് രാവിലെ വിലയ്ക്ക് ചാടി ചത്താലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. നമുക്ക് പിന്നെ ഉണ്ടാക്കാലോ. സെറ്റ് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. സെറ്റ് തന്നെയാടാ. ഞാൻ നേരത്തെ ഇനി കിടന്നാ പിന്നെ സെറ്റ് തന്നെയല്ലേ. ഇനി മാറ്റി ബെഡൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ. ശരിയാവാടാ. അതല്ല ഇനി വേഗം കിടന്നു റീസ്പോൺ സർവൈവ് ആക്ക്. കുറച്ച് ഹൈറ്റ് പോയി സർവൈവ് ആക്കുക. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനിപ്പോൾ എനക്കങ്ങനെ അറിയില്ല. സർവൈവലാക്കല്ല. എന്താ സർവൈവലാക്കല്ല ഉമ്മച്ചേ. ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് എണ്ണക്കല്ലേ തന്നെ പേടിയോ. റീസ്പോൺ പോയിന്റ് അവിടെ എത്തിക്കില്ല. എന്താക്കും പോയി എത്തി. ബാബു എത്തി. മോളില് ബാബു ഉണ്ടല്ലോ. ഹൈന് എത്തതാ ബാബു. എല്ലാം പോയി. അങ്ങ് പോണ്ടേ. അവിടെ ക്രീപ്പറിന്റെ പിന്നെ മെഞ്ഞാന്ന് ഡോറും തുറന്ന് വെച്ച് ഇനി പോന്നിട്ട് ക്രീപ്പർ ഉമ്മച്ചിയാണ് ക്രീപ്പർ. എടാ അങ്ങനെ മാണ്ടേനും ലൊട്ട ക്രാഫ്റ്റിലാണ്.
ലൊട്ടെ അങ്ങനെ ആണ്ട് നമ്മൾ ന്യൂബാന്നറിയും ഗൈസ് എല്ലാം അങ്ങനെയാ പറയാ. റെഡിക്ക് നമ്മൾ ന്യൂബായിട്ടല്ല ഗൈസ്, നമുക്ക് പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ ഒരു സുഖത്തിനൊന്നാക്കി. ഞാൻ എന്നാ ഇതിന്റെ ജസ്റ്റ് അബോർഡായിരുന്നു എല്ലാം പോരില്ല ഒറ്റ ആളെ അമ്പിടുന്ന സാധനമുണ്ട്. ഓന്റെ ഡയമണ്ട്സോട് ഞാൻ റെഡിക്കും അടി ഉണ്ടാക്കിയേനെ, അതിന് വേണ്ടിട്ട് ആ വീട് ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡിക്കും എന്നാ വെച്ചാൽ അടി ഉണ്ടാക്കി ഇറങ്ങുമെങ്കിലും ചെയ്യും. ഇനി വല്ലേക്കുന്നുണ്ടാ ക്രിയേറ്റീവ് ഒന്ന് പോക്കടാ, വർഷത്തിലൊരു ദിവസം അല്ല ക്രിയേറ്റീവ് പോക്കടാ. ആ മുമ്പ് തന്നെ ഉണ്ട് ചത്തിഞ്ഞ കൊള്ളിക്ക് അവനെ കൊള്ളിക്ക് ഒള്ളിക്ക് കൊള്ളിക്ക്. അല്ല അവൻ്റെ അടുത്ത് കൊടു, അവൻ്റെ അടുത്ത് കൊടു, പ്രശ്നമൊന്നുമില്ല. തലക്കാലേ പോകാണ്ടിരിക്കാതെ പടച്ച അമ്പുരാണി മിസ്സിനാർന്ന് മാറും. നിനക്ക് ഷീൽഡ് ഉണ്ടാക്കി തരുവാടാ. മോൻ വലിയ മൈൻക്രാഫ്റ്റ് പ്ലെയർ അല്ല, നേരത്തെ എന്തോ ന്യൂബ് എന്ന് വിളിക്കുന്ന കേട്ടിക്കണല്ലോ. ആ സ്ഥലത്തേക്ക് തന്നെ പോയാൽ കിട്ടുവേനോ എല്ലാ അസ്സലാമു അലൈക്കും. ഓടാ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ മരം നാം പൊട്ടിക്കൂ. അള്ളാണ് ആ മരം എടുത്തുക്കുള്ളൂ, അല്ലേ ഇലയിലായിട്ട് തന്നെ ഉണ്ട്. ജമാലു ഇതെല്ലാം ഞാള് കഷ്ടപ്പെട്ട് നമ്മൾ എത്ര നേരം കുത്തിരിഞ്ഞുണ്ടാക്കിയതല്ലോ, നീ പറയാൻ പറ്റുമോ? അതിപ്പം മൈൻക്രാഫ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര, കാരണം ഞാള് മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇട്ടിട്ട് കാര്യമില്ല കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പോകുന്നതും അങ്ങനത്തെ ഇതെല്ലാം ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അതിന് മരം നല്ലോണം വേണം. ആദ്യം എനിക്ക് കത്തിയൊക്കെ ഉണ്ടാക്കണത് ഇവിടുന്ന്. എനിക്ക് കത്തിയും മരവും അതെല്ലാം വേണം. എനിക്ക് മരേണ്ട ഓൻ്റെ ഡയമണ്ട്സോട് പോയി അതിൻ്റെ വിഷമത്തിലാണ്. ഒരു മനുഷ്യന് കൺഷ്യം കുത്തി ഇപ്പം തലയും കുത്തി പോയേനു. ഇങ്ങോട്ടോ എന്തിനാ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്ത് പറഞ്ഞു കൊടുക്കും എടുത്തു നമ്മളെ മരത്തിന് കൺഷൻ കൊടുത്ത് അത് നമ്മളെ പണി ഇപ്പം സ്റ്റാർട്ട്. ഞാളെ റെഡിക്കൂല എന്നാ പ്ലാൻ എന്നറിയാവോ? ഇതാ ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് മരം വുഡ് കൊണ്ട് അങ്ങനെ എല്ലാ മരവും വെട്ടിയിട്ട് ആടെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കും. ആടെ നിന്ന് പിന്നെയും കണക്ഷൻ കൊടുത്ത് അതന്നെ ഞങ്ങൾക്ക് ഫോറസ്റ്റ് എങ്ങനെ എസ്കേപ്പ് ആവണം. ഇവിടുന്ന് മൊത്തം എസ്കേപ്പ് ചെയ്ത് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ചുറ്റും കണക്ഷൻ കൊടുത്ത് കുറച്ച് അങ്ങോട്ട് എത്തിക്കണം. എസ്കേപ്പ് ഞാൾ കുറേ ദിവസം എടുക്കും കേട്ടാ, കുറേ ദിവസം എടുക്കും. നമ്മൾ പിന്നെ ഇതെല്ലാം ചെയ്ത ഞാൾ കണക്ഷൻ കൊടുത്ത് ലാസ്റ്റ് ഞാൾ ഇതാ ജംഗിളിൽ നിന്ന് രക്ഷപ്പെടുത്ത് സാധാ ഫോറസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഇങ്ങനത്തെ മരം കാണുന്ന ആടെ കണക്ക്. കാരണം ഞങ്ങൾക്ക് അവിടെ എല്ലാം വീട് പിന്നെയും പുതിയ ബിൽഡ് ചെയ്യാൻ കഴിയല. ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് അങ്ങ് പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആടെ തന്നെ മരമെല്ലാം വെട്ടി ആടെ തന്നെ സുഖമായിട്ട് വലിയ ബിൽഡിങ് ഞാളെ തന്നെ വലിയൊരു ബിൽഡിങ് നടക്കും എന്താ നമ്മളിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയാൽ ഞാൻ എന്തെങ്കിലും കുന്തേനു ട്രീ ഹൗസ് നോക്കണം. അതിൻ്റെ മൊത്തം പണി ആയിരിക്കില്ല. സത്യം പറയട്ടെ ഞാനൊന്നും ആക്കൂല. കാരണം ഈ ട്രീ ഹൗസിൻ്റെ മേൽക്കൂര പോലും റെഡി ആയിക്കില്ല. മഴ പെയ്താൽ ബെഡ് മൊത്തം നനയും. ഞാൾ തണുപ്പത്ത് വല്ലാത്ത കഷ്ടപ്പാടാണ്. ഞാളത്ര ദാരിദ്ര്യം പിടിച്ച് പൈസക്കാരത്തല്ല കണ്ടത്. നമുക്ക് അത്യാവശ്യം മിന്നിൽ പോലെ പാറിപ്പോയ ഈ മോള് പോയാ ഞാൻ പേടിച്ച് ഓടിയതായിരുന്നു. നമ്മുടെ റെഡ് ഫോക്സ് ഗെയിമർ വന്ന് പേടിത്തോണ്ടനാണ് എല്ലാ കാര്യം പറയണ്ട. നോ ഐ എം നോട്ട് പേടിത്തോണ്ട്. പിന്നെ എന്നിട്ട് ഡയമണ്ട്സോട് പോയിട്ട് കുത്തിന് കരഞ്ഞവനല്ല ഞാൻ കേട്ടോ.
അത് പിന്നെ ഉണ്ടാക്കാതെ. ഓൻ പേടിത്തൊണ്ടനൊന്നുമല്ല, വെറും പേടിയല്ല. അപ്പം നമ്മളെ ഗെയിം പ്ലേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള PC ഗെയിം പ്ലേ വൈകാതെ വരുന്നതാണ്. ഞങ്ങളെ എന്നെ ആദ്യമായിട്ടാണ് സെർവർ കാറ്റി. ഞാൻ പറഞ്ഞുകൊണ്ടൂടെ എന്നെ സെർവർ കാറ്റാണ് എൻ്റെ ഫ്രണ്ടായി. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറേ അയൺ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ആദ്യം വലിയ ആളൊന്നുമല്ല കഴിച്ചു ഞാൻ. എന്നാലും ചാവാൻ എന്താ രസം ഒന്നും കൂടി പോയി കുളത്ത് തുള്ളി ശ്വാസം മുട്ട് ചത്താ പോലെ. കത്തിയൊന്നും വേണ്ട ഇപ്പൊ തലക്കാലം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണു. ചെയ്യല്ലടാ, ഞാൻ ചെയ്തോട് സമാധാനാവും. ഇപ്പം എങ്ങനെയാ അല്ലേ? എന്നായിരിക്കും വേണ്ട. നിങ്ങൾ വൈകാതെ എപ്പെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിലിടും ഞാൻ ചാവണോ ചാവണ്ടിയോ. അപ്പൊ ഗൈസ് ഇവൻ ഡയമണ്ട് സോഡെല്ലാം എടുത്ത് ചാവില്ലേടാ? ഞാൻ കാര്യം പറയടാ. ഞാൻ ഡയമണ്ട് സോഡും ഡയമണ്ട് ആർമർ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിൽ ചാടിച്ചാവും. കാര്യം ഞാനാ പറഞ്ഞു. മൈൻക്രാഫ്റ്റിൽ റിയൽ ലൈഫിൽ എനിക്ക് ഡയമണ്ട് സോഡ് കൊണ്ടാച്ചിട്ടല്ല. എന്നിട്ടോ അതും ലാഭയെ പോയി ചാവും. എൻ്റെ ആ ഡയമണ്ട് സോഡും അല്ല കത്തി കരിഞ്ഞു പോവും. ഞാനാ പറഞ്ഞു. എൻ്റെ കമൻറ്റ് പറയണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ലൈക്ക് ടാർഗറ്റ് 10 ലൈക്ക് 10 അങ്ങനെ നന്നായിട്ട് ഇപ്പം അടിക്കാൻ പറ്റൂല. പക്ഷെ സബ്സ്ക്രൈബർ 100K ആണ് ഇനി വേണ്ടത്. അങ്ങനെ ആവണം ഗൈസ്. നമ്മളെന്തായാലും ബേത്തിലാക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ 100K അല്ലേ ഇനി സിൽവർ ബട്ടന് വേണ്ടേ ഗൈസ്? നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്കൊരു പകുതി 100 ലൈക്കെങ്കിലും ഒരു ലൈക്കെങ്കിലും കിട്ടി നമ്മൾ പാവങ്ങളെൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചടിച്ച് പൊട്ടിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ. മണിയില്ല നാടൻ നോട്ടിഫിക്കേഷൻ അതൊക്കെ അടിക്കുക, എന്നാലേ നമ്മളെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ അടിക്കണം. ആടിയാൽ മതി എന്നാൽ നമുക്ക് നല്ല സുഖമല്ല. ഇപ്പം ജവൻ ജസ്റ്റ് ഹീറോയി കാണിച്ചതാ. ഞാൻ എല്ലാം പകുതി കളിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടും. ഞാൻ ആദ്യം തൊട്ട് കളിക്കുന്ന ഞാൻ വീഡിയോ ഇട്ട് തരാം ഗൈസ്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടാൻ പോവുകയാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ പ്ലാറ്റിനം 1 എത്തിക്ക് ഞാൻ പകുതി കളിച്ചതാണ്. 4ഒന്നുമല്ല 3 എത്തിക്കോളും. ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊന്നും 4 എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ട് 1 ഫ്രീ ഫയറിന് എന്തായാലും ഇടാം. പിന്നെ അവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് എന്തായാലും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് മരം പെട്ടോ. ഞാനൊരു ടാക്സില്ലടാ. ഞാൻ പിന്നെ എന്തിനെ കൊണ്ടാ വെട്ടിയേ? ഇനി ഗെയിമിലെ കാര്യം ഓൺലി സംസാരം. ഇവിടെ ഇനി കൈ കൊണ്ട് വെട്ടിയതാ. പിന്നെ എന്തിനെ കൊണ്ടാടാ വെട്ടോ? എന്താ ആക്സിനെ കൊണ്ട് വെട്ടിക്കൂടെ? കൊണ്ട് വെട്ടാ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വെട്ടിയതാ. കളി പഠിച്ചിട്ട് വരുന്നൊക്കെയാണ് ഗൈസ്. അല്ല എൻ്റെ അടുത്ത് കോബിൾ സ്റ്റോൺ ഒന്നുമില്ല. കോബിൾ സ്റ്റോൺ ഉച്ചാരണം പഠിക്കണം കേട്ടോ. ഉച്ചാരണം പഠിക്കുന്നൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ വന്നാൽ മണിക്കില്ല. മോയെ സ്റ്റെക്കാന്ന് മോയെ ആവും മിക്കവാറും നമ്മൾ. എന്റെ മോയ ഇങ്ങനല്ലോ. ഇതേത് മോയാ? ഞാൻ പുതിയ ഉണ്ടാക്കിയ മോയ ഗൈസ്. നമ്മൾ നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാൽ വലിയൊരു വീട് ഇങ്ങനെ വലിയൊരു കുന്ന് അല്ല ലിങ്കാക്കി കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീട്ടിലേക്ക് ലിങ്കാക്കും ഗൈസ്. അന്ന് നിങ്ങൾ കാണും ആരാണ് മൈൻക്രാഫ്റ്റിലെ രാജാവ്. ഇപ്പം കാണും ഗൈസ്. ഇത് എൻ്റെ PC ഗെയിമിങ് നിങ്ങൾ കണ്ടിട്ടില്ല. PC ഞാൻ പുളിയാണ്. അങ്ങനെയല്ലോ, പുലിയല്ലേ? ഇതിപ്പോ പുലിയായിപ്പോയി. ഞാൻ താനെ സ്റ്റെക്കാന്നു ഗൈസ്. ഒരു കുട്ടും കൂടി കിട്ടിയല്ലോ. പുളി
എടാ ഇനി ഇവിടുന്ന് എടുത്തേക്ക് ഞാൻ കണക്ഷൻ കൊടുക്കണ്ടേ? കണക്ഷൻ കൊടുത്ത് ഇത് സത്യം പറഞ്ഞ എൻ്റെ അനിയൻ്റെ സെർവറാണ്, വേറെ വഴിയില്ല. ഓ 2 ലൈഫ് 2 ലൈഫ് ഗായ്സ്. സത്യം പറയട്ടെ എനിക്ക് ലെക്കാന്ന് തോന്നുന്നല്ലോ. കുറച്ച് മാറ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഞാൻ പശു പാവം. പശുവിന് ഇറച്ചി തിന്നാൻ പറ്റുമോ? പശുവിന് ഇറച്ചിയില്ലേ പിന്നെ? പശുവിന് ഇറച്ചിയുണ്ട്, പക്ഷെ മൈൻക്രാഫ്റ്റ് തിന്നാൻ പറ്റുമെന്ന് അനുമാനിക്കാനോ? എന്താ ടേസ്റ്റുമാണാടാ. വേണ്ട, പശു ഇറച്ചി ഞാൻ റെഡിയും വെജാണ്. ഞാൻ അത്ര ക്രൂരനല്ല ഗൈസ്. തീരെ ക്രൂരനല്ല. അതെ പറയാൻ പഠിക്കടാ. ഞാൻ പറഞ്ഞ ഗൈസ് ഞാൻ സത്യം പറയാലോ, നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഞാൻ വലത് മാറി ഇടന്ന് മാറി റെഡിക്കും ഞാനിത് ഉറങ്ങാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ, പക്ഷെ ഞാൻ റെഡിക്ക് ട്രീ ഹൗസ് എന്താ ഉണ്ടാക്കുന്നത് തീരുമാനിച്ചതെന്നറിയാവോ? കാരണം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് തൊട്ടേ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ കരിയ സോംബി വന്ന മരത്തിന്. ഇനി ഈ കിടന്നുറങ്ങി നാളെ ഞാൻ ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി മൈൻ ചെയ്ത് ഒരു ഡയമണ്ട്സ് ഉണ്ടാക്കുന്നതായി. അതാണ് അത് വേണം. അപ്പോൾ നമുക്ക് സത്യം പറയാലോ, നമുക്ക് ഞാനിപ്പോൾ പാർട്ട് 2 നമുക്ക് ചെയ്താലോ എന്ന് ആലോചിക്കണം. കാരണം പാർട്ട് 1 ഇപ്പം ചെയ്യാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. പക്ഷെ നമുക്കപ്പോൾ കുറച്ച് ലിങ്ക് ആക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് പാർട്ട് 2 നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോവാം. അത് ഞാൻ ഉറപ്പിട്ടായിരുന്നു guys. എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് ഓക്കെ. ഇപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് നമുക്ക് അത് കുറച്ചായി ഇപ്പോൾ എന്താ പറയുക, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു ലിങ്കും കൂടിയും കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പാർട്ട് 1 നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഉറപ്പ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ അതാരാ പൂച്ച കാര്യം നോക്കും ചേട്ടാ. അതടിക്കും പാണ്ടല്ലേ ബാമ്പു കുട്ടി ഇവിടെ പറയാൻ പോലെ ഇനി എവിടെയാ കാണിക്കുക? ഇഞ്ചോടി ഇങ്ങോട്ടാട്ടെ ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞു. എടി ഇതാടെ ഞാൻ പറഞ്ഞു, ഇമാരം കണക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു. ഇൻ്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഫോണിലെ ചാർജ് 20 ആയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നൊന്നുമില്ല. ചാർജ് കുത്തിയിട്ട് അല്ല ഇത് കുറച്ച് മുണ്ടിപ്പോയല്ലോ. ഞാൻ ഇതുണ്ടൊക്കെ ഇങ്ങോട്ടോ ലിങ്ക് ആക്കി. അല്ല ഇനിയും കുറച്ച് ഫുഡ് വേണം. ഇൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാ? ഇങ്ങോട്ട് വാ. എടാ നമ്മൾ ബെഡ് കുറേ ദൂരെ പോകുമ്പോൾ നമ്മൾ ബെഡും പൊട്ടിച്ചായിരിക്കും പോയി ഞാൻ പോവാട്ടാ. ലിങ്ക് ഇനിയിപ്പം നമുക്ക് ഡ്രാഗൺ എല്ലാം കൊല്ലണ്ടേ? പക്ഷേ ഞാൻ റെഡിക്കും പറയട്ടെ, എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രാഗൺ ഉണ്ടാക്കാറുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച പകുതിയോളം പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ റെഡിക്കും അയൺ ഫാം ക്രീപ്പർ ഫാം അങ്ങനത്തെ ഇതെല്ലാം ഞാൻ കണ്ട് ഇത് പഠിച്ചത് ഈ യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അല്ലാണ്ട് എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. ഞാൻ സത്യം പറയാം, എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. അപ്പം ഗായ്സ് നമ്മളിനി പാർട്ട് 2 കാരണം എൻ്റെ അനിയന് ചാർജ് തീർന്നു. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങോട്ടാ മേലെ വാ, മുകളിൽ വാ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാനെല്ലാം പാടുന്നു. അത് സത്യാട്ടാ.
അല്ല റിച്ച് കിഡ്സ് ഗെയിം തെറാപ്പീസ് പോലെ തന്നെ റിച്ച് കിഡ്സ് ഇന്നൊക്കെ വൈൻഡപ്പ് ചെയ്യാം നിൽക്ക് വെയിറ്റ് ആക്കെ അതെടുത്തു എന്തെടുപ്പോയി പ്രൊഫൈൽ ഏത് പ്രൊഫൈല് ഇതിനകത്ത് പ്രൊഫൈൽ എന്ന് തന്നെ കാണിക്കുമല്ലോ ഇന്ന് ഇപ്പം നോക്കാം നിൽക്ക് വാ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ് ഇനി എന്തെല്ലാം കുത്തിന് കാണിക്കുന്നുണ്ട് അപ്പം ഗൈസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് നമ്മൾ ഉടനെ എടുക്കുന്നതായിരിക്കും പാർട്ട് 2-നായിട്ട് നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ വിസ് മീ റെഡ് ഫോക്സ് ഗെയിമിംഗ് ഓക്കെ ബൈ